വായനയിലെ MT എന്ന സെഷൻ ആണ്. അതിന്റെ മോഡറേറ്റർ ആയി നിയോഗിച്ചിട്ടുള്ളത് ശ്രീവത്സനെയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീവത്സൻ തൃശൂർ സ്വദേശിയാണ്. 1998 മുതൽ US ബേ ഏരിയയിൽ താമസിച്ചു വരുന്നു. ഒരു എഞ്ചിനീയറായ ശ്രീ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ആപ്പിൾ വയർലെസ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് റോളുകളിൽ പ്രവർത്തിക്കുന്നു. ഭാര്യ നന്ദിത, മകൾ അനിക. വായന, സംഗീതം, മൃദംഗം, പ്രകൃതി, പക്ഷി നിരീക്ഷണം എന്നിവയാണ് ഹോബികൾ. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീ ഇതുവരെ 50-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്നാമതായി ഒരു വായനക്കാരനും അതിലുപരി ഒരു ആസ്വാദകനുമാണ്. ഒരു തരത്തിലുള്ള എഴുത്തിലേക്കും കടക്കാൻ പദ്ധതിയില്ല എന്നാണ് ശ്രീക്ക് പറയാനുള്ളത്. സ്നേഹപൂർവ്വം ശ്രീയെ ഈ സെഷൻ നടത്തുന്നതിനായി സ്വാഗതം ചെയ്തോളൂ. പറഞ്ഞ പോലെ ഇത് എന്റെ വായനയിലെ MT. കഴിഞ്ഞ കൊല്ലം നഷ്ടമായ നമ്മുടെ മലയാളത്തിന്റെ എഴുത്തച്ഛൻ, കഥയുടെ എഴുത്തച്ഛൻ MTയെ കുറിച്ച് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, അതിനുള്ള ഒരു അവസരമാണ്. ഇന്നലെ ഏറ്റവും ഒടുക്കത്തെ സെഷനിൽ നമ്മുടെ പ്രിയ കഥാകാരനായ രാമനുണ്ണി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു തീർത്തു. അപ്പോ ഞാൻ വിചാരിച്ചത് അങ്ങൊരു ഈ തുഞ്ചൻപറമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് സംസാരിക്കുക. അപ്പൊ ഈ താരതമ്യേന എളുപ്പത്തിൽ പറയാവുന്ന MTയുടെ നോവലുകളും അങ്ങനെയാണ് ഏറ്റതാണ് മാറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നമ്മള് ഓർഗനൈസേഷന്റെ ഇടയിൽ ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം ഇങ്ങനെ ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരുന്നു. എന്നോട് ജോലി കമ്മിറ്റ് ചെയ്താണ്, അത് പറയില്ല പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എന്നെക്കാൾ എത്രയും ഭംഗിയായിട്ട് പറയും ചെയ്തിട്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ കാലഘട്ടത്തിൽ നമ്മള് MT വായിക്കുന്ന എന്തിനാണ്? ഇന്നലെ വിനോദ് പറയണ്ടായി, വഴിമുട്ടി നിൽക്കുന്ന വായനയില് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക? ഇതാണോ ഇപ്പൊ ഏറ്റവും എന്റെ സമയം ഇത്രയും വിലപ്പെട്ടതാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്? ഈ കൃതിയാണോ വായിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു പ്രശ്നം അത് MT മരിച്ചപ്പോഴാണ് ഞാൻ MTയുടെ കൃതികളിലേക്ക് തിരിച്ചു പോയത്. അതിനു മുമ്പ് ഞാൻ എന്റെ സാഹിത്യത്തിനെ കുറിച്ച് കൂടുതലായിട്ടും ചർച്ച ചെയ്യാറുള്ളത് തന്നെ അമ്മയുടെയും അമ്മാവന്റെ അടുത്തോ. അപ്പൊ ഞാൻ പറയാറുണ്ട്, MTയുടെ അതിലെ ഈ ദുഃഖമേ ഉള്ളൂ, ആ ഇരുട്ടും ദുഃഖവും ഇത് മാത്രമാണുള്ളത്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വലിച്ചു കീറുന്ന രീതിയിലുള്ള ഈ പ്രതിപാദനം എത്ര സഹിക്കൂ, ഇത് തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ കൃതികളിൽ കൂടെ വീണ്ടും ഒന്ന് കടന്നു ചെന്നപ്പോ പിന്നെ നമ്മള് ഈ കഥാകാരനെ കുറച്ചും കൂടി ഒരു പരിഗണന കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അങ്ങോട്ട് ഒരു വലിയ സംഗതി നമ്മളങ്ങോട്ട് കീറിമുറിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു കഥാകാരൻ വേറെ ഇല്ല MTയെ പോലെ നമ്മുടെ മലയാളത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റർവ്യൂകളും ഒരുപാട് ലേഖനങ്ങളും MTയെ പറ്റി, MTയുടെ ജീവിതത്തിനെ പറ്റി, MTയുടെ പ്രത്യേകിച്ച് ബാല്യം, ആ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഒരുപാട് എഴുത്തിലും വേറെയുള്ള മീഡിയത്തിലും വന്നിട്ടുണ്ട്. അതിൽ കൂടെ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന MT എന്നുള്ള ഒരു ബോധമുണ്ട്. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഇടയിൽ ജനിച്ചു വളർന്ന് വളരെ ബുദ്ധിമുട്ടി പഠിച്ച് ഒരു നിലയിലെത്തി എന്തെങ്കിലും MT തന്നെ ആദ്യത്തെ എഴുതുന്നത് ഈ എഴുതാനുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഭിവാഞ്ച കാരണം എന്തെങ്കിലും എഴുതണം എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഭാരതത്തിലെ രത്ന വ്യവസായത്തിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടാണ് എനിക്ക് തുടങ്ങുന്നത്. അപ്പൊ എഴുതുക എന്നുള്ള ഒരു അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും സബലീകരിക്കണം, എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം എന്നുള്ള ഒരു രീതിയിൽ അത് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളർത്തുമൃഗങ്ങൾ എന്നുള്ള കഥ എഴുതിയപ്പോ MTക്ക് 22-23 വയസ്സേ ഉള്ളൂ. വളരെ പ്രശസ്തമായിട്ടുള്ള ലോക സാഹിത്യ മത്സരത്തിലെല്ലാം സമ്മാനം കിട്ടിയത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ MT അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് അദ്ദേഹം ഇത്രയും കഷ്ടപ്പാടുകളിലൂടെയും ജയിക്കാനുള്ള ഒരു ത്വര, അതായത് എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ കഥകളിൽ ഒരുപാട് കാണുന്നതാണ് ഈ ഒരു പകയുള്ള മനുഷ്യൻ. അത് ഇതിന്റെ ഒരു ജനസിസ് അതാണ്, ആ ഒരു ബാല്യം, ആ ഒരു കൗമാരം. എനിവേ നമുക്ക് MTയെ വായിക്കാൻ ഇതൊരു അവസരമാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നമ്മളിതിൽ
ഒരു 4-5 പേരെ ഇതിന് വോളണ്ടറി ചെയ്തിട്ടുണ്ട് എന്റെ വായനയിലെ MT യെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോ അവരെങ്കിലും വായിച്ചു. ഇനിയും നമ്മൾ വായിക്കണം എന്നാണ് എനിക്ക്, കാരണം MT തന്നെ പറഞ്ഞിട്ടുണ്ട്, വായനക്കാരില്ലാത്ത ലോകത്ത് എഴുത്തൊരു വ്യായാമമാണ്. വായനക്കാരുടെ എണ്ണം 6 60 60 ലക്ഷമാവട്ടെ, എഴുത്തുകാരനായ എണ്ണത്തെ പറ്റി വ്യാപനാവരുത് എന്ന് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ MTക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് വായനക്കാരുണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു പുനർവായന തീർച്ചയായിട്ടും നടത്താവുന്നതാണ്. കാരണം പുതിയൊരു കണ്ണിൽ കൂടെ, പുതിയൊരു മാനത്തിൽ MT യെ കാണാൻ നമുക്കെല്ലാം സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാനായിട്ട് ലിസ്റ്റ് ഉണ്ടോ? അപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിക്കാം, അവരിവിടെ വന്നിരിക്കാം. ബിന്ദു ടിജി, ദാമു, സുമാർജി, രാജി, സ്മിത. ഈ ഓർഡറിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ ഫോർമാറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അതേ സെഷന്റെ സെയിം ഫോർമാറ്റാണ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും ഓരോ കൃതികൾ അല്ലെങ്കിൽ ഒന്നിലധികം കൃതികൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ചൂസ് ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ കഥാകാരൻ രാവണുണ്ണി ഒരു എല്ലാ അങ്ങോട്ട് മെയിൻ ആയിട്ടുള്ള കൃതികളെല്ലാം പറഞ്ഞു സ്ഥിതിക്കുക. അതൊക്കെ തന്നെയാണ് ഇവരും ചൂസ് ചെയ്തിരിക്കുന്നത്. നിർമാല്യം വരെ അങ്ങോട്ട് പറയണ്ടായി. അപ്പൊ പക്ഷേ ഈ വായനയിൽ ഇവരുടെ മനസ്സിൽ തെളിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഓരോരുത്തർക്കും ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ സമയം, അതിന്റെ എത്രത്തോളം പ്രിപ്പയർഡ് ആണ് അതിനനുസരിച്ച് 5 തൊട്ട് 10 മിനിറ്റ് വരെ സമയം. എന്നിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ചർച്ച, ആ പ്രത്യേക കൃതിയെക്കുറിച്ചും ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും എന്തെങ്കിലും സദസ്സിന് പ്രതിപാദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിനുള്ള ഒരു അവസരം, അങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ്. അപ്പൊ ഞാൻ ആദ്യം ബിന്ദു ടിജിയാണ് ക്ഷണിക്കുന്നത്. ബിന്ദു രണ്ടാം ഊഴം, മഞ്ഞ്, ഈ 2 കൃതികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, ഇത് എന്റെ വായനയിലെ MT ആണ്, ആ ഹെഡിങ്ങിലാണ്. അപ്പൊ എന്റെ വായന മാത്രമാണ് അത്, മറ്റുള്ളവരുടെ വായന ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല എന്നുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ MT എനിക്ക് പറയാൻ പറ്റും, ഞാൻ മലയാളത്തിലെ രണ്ട് എഴുത്തുകാരെ ബ്ലൈൻഡ് ആയിട്ട് അവരെന്ത് എഴുതിയാലും ഞാൻ അവരെ ഒന്നും പറയാൻ പോകുന്നില്ല. വിമർശിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ 2 എഴുത്തുകാരെ MT മാധവിക്കുട്ടിയാണ്. അവരെന്ത് എഴുതിയാലും ഞാൻ ഓക്കെയാണ്. അതിലൊരു വിമർശന കണ്ണ് എനിക്കില്ല. ബിക്കോസ് അത്രമേൽ അവരെനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ സർഗാത്മക ചിന്തകളിലും എല്ലാം. MT എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാവുന്നത് 2 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്നെന്താ വെച്ചാൽ ഈ ഭാഷയ്ക്ക് നമ്മുടെ ബ്രെയിനിലെ വളരെയധികം സ്റ്റിമുലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ സംഗീതം പോലെയുള്ള ഭാഷ അഥവാ ഭാഷയിലെ സംഗീതം അത് നമുക്കൊരു പ്രത്യേക ഈ വൈൻ കുടിച്ച പോലെയുള്ള ഒരു ലഹരി നമുക്ക് തരാനായിട്ട് ആ ഭാഷയ്ക്ക് ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ വായനയാണ്. ആ തരുന്ന ആ രീതി MT യെ പോലെ പലരും തരാറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഞാൻ MT എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിലല്ലാത്ത ഒരാളെ നമുക്ക് പറയാനുള്ളത് ഖലീൽ ജിബ്രാനാണ്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ആശയങ്ങൾ ചെറിയ വളരെ ഭംഗിയുള്ള ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വായിക്കുമ്പോൾ 2 വരികൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു മൗനമുണ്ട്. ആ മൗനത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കുറെ സമയം നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ വരികൾക്കിടയിൽ മൗനം ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സിദ്ധി, ആ പ്രതിഭ അവിടെ ഉണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാല്, നമ്മുടെ ഈ സമൂഹത്തിലോ വീട്ടിലോ ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ MTയുടെ കൃതികൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ അങ്ങ് മുറിച്ചിട്ട് ക്രോസ് സെക്ഷൻ അത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് ഇന്നലെ രാമനുണ്ണി സാർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഒരാൾ കയറി ചെന്നാൽ തന്നെ MTക്ക് അറിയാം ഇയാളെ ഉദ്ദേശം എന്താണെന്ന്. അപ്പൊ അത് പെട്ടെന്ന് എഴുത്തുകാർക്ക് ഒന്നാമത് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇതൊരു വലിയൊരു അസാമാന്യമായൊരു ഹൃദയ, അത് ഈ അയാളെ പറ്റി, ആ സ്വഭാവത്തെ പറ്റി, അതായത് മനുഷ്യന്റെ അഹങ്കാരം, നിസ്സഹായത, അസൂയ, കുടില ബുദ്ധി, തന്ത്രങ്ങള് എല്ലാം ഇങ്ങനെ ഡൈസെക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഇതും എങ്ങനെയാണ് അത് വരുന്നത്? ഹൃദയ ദ്രവീകരണ ഭാഷയിൽ അത് നമ്മളോട് അങ്ങോട്ട് അത്രയും ശക്തിയുള്ള ഒരു ഭാഷയിൽ നമ്മളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ നമുക്ക്
അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. അവിടെ നമ്മളത് സ്റ്റക്കായി പോകും. അതാണ് ഞാൻ ഈ MT ഞാൻ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം. പിന്നെ എൻ്റെ വ്യക്തിപരമായ വായനാ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് തന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അത് MTയുടെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ലേഖന പരമ്പരയുണ്ട്. അതിലെ നമ്മൾ പല ലേഖനങ്ങളും എനിക്ക് ഒത്തിരി സ്ട്രെങ്ത് തന്നിട്ടുള്ളതാണ്. അത് പ്രത്യേകമായൊരു ഭംഗിയുള്ളൊരു എഴുത്ത്. ഏതായാലും വിഷയത്തിലേക്ക് കടക്കാം. 1964 ഒരു സംഗീതം പോലെ എഴുതപ്പെട്ട ഒരു നോവലിലെയാണ് മഞ്ഞ്. നൃത്തം ചെയ്യുന്ന ഭാഷാ ശൈലി കൊണ്ട് മനുഷ്യന്റെ വൈകാരിക പ്രപഞ്ചത്തെ തൊട്ടുണർത്തുക എന്നതാണ് MTയുടെ എഴുത്തിന്റെ വലിയ ശക്തി. വെറും 80 പേജുകളിൽ കാത്തിരിപ്പിന്റെ വിവിധ ഭാവങ്ങളെ ഒരിക്കലും ഒരുകാത്ത മഞ്ഞിൽ പൊതിഞ്ഞ് വായനക്കാർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അദ്ദേഹം സമ്മാനിച്ചു. ഇതിലെ ഈ MTയുടെ മഞ്ഞിനെ പലതരത്തിൽ വായിക്കാം. നമ്മൾ വെറുതെ ഒരു ആദ്യകാലങ്ങളിൽ ഞാൻ വായിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു റൊമാൻറ്റിക് സ്റ്റോറി ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. പക്ഷെ പിന്നീട് വരുമ്പോൾ ഈ കാത്തിരിപ്പിന്റെ ഒരു ഫിലോസഫിക്കൽ സൈഡ് ജീവിതത്തിൽ ജീവിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ കാത്തിരിപ്പിന്റെ കനം എന്താണെന്ന് മനസ്സിലാവുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കാത്തിരിപ്പിന്റെ മൈക്രോ ഈ ഇന്റർവെൽസിന്റെ ഒരു ആകത്തുകയാണ്. ജീവിത ഘടികാരം ഇങ്ങനെ പലതിനെയും കാത്തിരുന്നു കൊണ്ട് ഇങ്ങനെ സൂചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫിലോസഫിക്കൽ സൈഡ് ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെ കാത്തിരിപ്പാണ്. അപ്പൊ ഈ കാത്തിരിപ്പിന്റെ ഈ വിവിധ ഭാവങ്ങളെ പറ്റിയിട്ട് ധ്യാനിക്കാൻ ഈ മഞ്ഞ് എന്നെ സഹായിച്ചു. വിമല സുധീർ മിശ്ര എന്ന സഞ്ചാരിയായ കാമുകനെ കാത്തിരിക്കുന്നു. സർദാർജി മരണത്തെ ബുധു എന്ന പാവം കുട്ടി തന്റെ വെള്ളക്കാരനായ അച്ഛനെ, അമർ സിംഗ് തനിക്ക് കൈനിറയെ ബക്ഷീഷ് കിട്ടുന്ന സീസൺ വരുന്നത് കാത്തിരിക്കുന്നവന്റെ ഏറ്റവും വലിയ വേദനയാണ് അവന്റെ മുന്നിൽ കാലം നീങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് നിശ്ചലമാണ്. ഈ വിമലയ്ക്ക് 31 വയസ്സായി എന്നുള്ള വേറൊരു അത് ഞാൻ പറയാം. ആ 31 വയസ്സായി എന്ന് പരാമർശിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഈ 31 വയസ്സാകുമ്പോഴും വിമല എവർഗ്രീൻ, അതായത് നീങ്ങുന്നില്ല. കാരണം അവൾ ഒരു കാത്തിരിപ്പിലാണ്. അവിടെ ആ കാലം നിശ്ചലമാണ്. ഇപ്പൊ ഞാനിവിടെ നോക്കുമ്പോൾ ആ ക്ലോക്ക് കണ്ടോ, അത് നിൽക്കുന്നില്ല. ആ ക്ലോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നേരെ നോക്കിയാൽ അതൊരിക്കലും. അപ്പൊ നമ്മൾ ഇന്നലെ മുതൽ 12:50 മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇതുപോലെ തന്നെ വിമലയുടെ ജീവിതം അവിടെ മുന്നോട്ട് പോകുന്നില്ല. അവിടെ എന്തൊക്കെ ഉണ്ടോ അവിടെ നിൽക്കുകയാണ്. ഈ കാലത്തെ MT അടയാളപ്പെടുത്തുന്നത് വളരെ വളരെ ആ പരിസരമുണ്ട്, കഥാപരിസരം. തടാകത്തിലെ ജലം പോലെ തന്നെ കാലം തളം കെട്ടി നിൽക്കുകയാണ്. അതാണ് ഈ കാലം കാത്തിരിക്കുമ്പോൾ നീങ്ങുന്നില്ല. ഇങ്ങനെയുള്ള കാത്തിരിപ്പിനെ വരച്ചു വെക്കാൻ മഞ്ഞുമൂടിയ തടാകത്തെക്കാൾ മറ്റേത് ഭൂമികയാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. പിന്നെ അന്ന് വിമലയ്ക്ക് പിന്നെ ചില കോട്സ് ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിമലയ്ക്ക് അന്ന് 31 വയസ്സാണ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞല്ലോ, 31 വയസ്സായ ഒരു സ്ത്രീയെ ഒരു നാടൻ പാട്ട് കേട്ടിട്ട് വളരെയധികം തരളിതയാവുന്ന ഒരു സീൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പറയാണ്, സ്വയം താക്കീത് ചെയ്തു, 31 വയസ്സായ ഒരു സ്ത്രീ നാടോടിപ്പാട്ട് കേൾക്കുമ്പോൾ ദുർബലയാകരുത്. ഇത് MTയുടെ ഒരു പ്രത്യേക ഒരു ശക്തിയാണ്. കുറച്ചു വരികളില് നമ്മളുടെ ഹൃദയങ്ങൾ തുളച്ചു കയറുന്ന പോലെ സംസാരിക്കാൻ. ഇതിന്റെ ഒരു സീൻ ഞാൻ ശ്രീകുമാരൻ നമ്പിയുടെ ഗാനം എന്ന സിനിമയില് ഇതിനെ വിഷ്വലൈസ് ചെയ്ത ഒരു സീൻ ഞാൻ ഓർക്കുന്നുണ്ട്. ഗാനത്തില് ലക്ഷ്മിയാണ് അതിലെ നായിക. അവിടെ വെച്ചിട്ട് എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അവിടെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ലക്ഷ്മിയുടെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് പാടുമ്പോൾ പഴയൊരു ഓർമ്മയാണ്. പാട്ട് പാടുമ്പോൾ ഈ ജോലിക്കാരി സ്ത്രീ വാതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് കരയാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് കരയും. ഉടനെ ഈ നായിക ലക്ഷ്മി ഒന്ന് പറയുന്നുണ്ട്, നീ ഇപ്പൊ തന്നെ ആ കണ്ണീര് തുടയ്ക്കൂ, കാരണം അല്ലെങ്കിൽ നിനക്ക് ഈ കണ്ണീരിൽ മുങ്ങിക്കുളിക്കേണ്ടി വരുമെന്ന്. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ഒരു സംഗതിയോട് നമുക്ക് തോന്നുന്ന അഭിനിവേശത്തിന് പ്രായമുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഈ സ്ത്രീ പറയാണ്, 31 വയസ്സായ സ്ത്രീക്ക് നാടോടിപ്പാട്ട് കേൾക്കുമ്പോൾ തരളിതയാകരുത്. അപ്പൊ ഒരു എത്രയോ ഭംഗിയുള്ളൊരു, എനിക്ക് അത് എത്ര പറഞ്ഞാലും ആ വരികള്, ഈ കണ്ണീരിൽ നിനക്ക് മുങ്ങി കുളിക്കേണ്ടി വരും, എന്റെ കൗമാരകാലത്ത് ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നൊരു കോട്ടാണ്. അത് MTയുടെ ഭാഷയിൽ ഇങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ അടുത്ത ഒരു സംഗതി, എണ്ണമറ്റ നേരത്തെ ശബ്ദങ്ങൾ കൂടി കലർന്ന താളം ഉണ്ടാകുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. ഈ നിശബ്ദതയെ പറ്റി MTയുടെ ഈ വരികളിലുള്ളിലെ ഈ നിശബ്ദത ഇഷ്ടം പോലെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് MTയുടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഭൂതി.
ഇനി അടുത്ത രസകരമായൊരു സെന്റൻസ് ആണ്. എം ടിക്ക് ഇങ്ങനെ വാക്കുകൾ എഴുതാൻ, ഈ തിരക്കഥയൊക്കെ എഴുതുമ്പോഴുള്ള ഒരു കഴിവ് അതാണ്. ഒറ്റ വാക്കില് ഒരു വലിയൊരു പ്രപഞ്ചത്തെ തന്നെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് സാധിക്കും. നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, എന്നും ഓർമ്മിക്കാനുള്ള രാത്രി നിനക്ക് സമ്പാദ്യമായി കിട്ടിയിരിക്കുകയാണല്ലോ എന്ന് അവളുടെ സ്റ്റുഡന്റ് ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ പറയുന്നതാണ്. പക്ഷെ ഈ വരി തന്നെ എം ടി പഞ്ചാഗ്നി സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മോഹൻലാലിന്റെ കൂടെ ഗീത ഒരു രാത്രി ചെലവഴിക്കുമ്പോൾ പറയുന്നുണ്ട്, ഓർമ്മിക്കാൻ എന്തെങ്കിലും വേണേ, തിരിച്ച് ഞാൻ ജയിലിലേക്ക് പോവാണ്, ഓർമ്മിക്കാൻ എനിക്ക് എന്തെങ്കിലും വേണ്ടേ ഒരു രാത്രി. ഇതുപോലെ മനുഷ്യന്റെ വൈകാരിക പ്രപഞ്ചത്തെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടാണ് എം ടിയുടെ സഞ്ചാരം. പിന്നെ ഈ കാത്തിരിപ്പിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ജീവിതം കാത്തിരിക്കാൻ പറ്റുന്ന മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് കാത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷെ ജീവിതം എന്നെ കാത്തിരിക്കാൻ പഠിപ്പിച്ചു. കാത്തിരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു സാധനം ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് അറിയണം. ഒരു എക്സാം എടുത്താൽ നാളെ തന്നെ റിസൾട്ട് അറിയണം, അല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, നമുക്ക് സ്ട്രെസ് ആവും. മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാല് ഇമ്മീഡിയറ്റ് ലൈക്ക്, ഇൻസ്റ്റന്റ് അപ്പൊ തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ 1 മിനിറ്റ് കഴിയുമ്പോൾ ചെന്ന് നോക്കാം എത്ര ലൈക്ക് കിട്ടി, 2 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ലൈക്ക് കിട്ടി. ലൈക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടെൻഷനാ. അപ്പൊ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് അധികം ലൈക്ക് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പോസ്റ്റ് പിൻവലിച്ച് കളയാന്ന് വിചാരിക്കും. കാരണം ഇത് ജനപ്രിയതയില്ല, ആയിരിക്കുമോ എന്ന് ആലോചിക്കും. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയുള്ള മനുഷ്യന്റെ ഈ ഓട്ടം അത്ര ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു സംഗതിയല്ല. നമ്മളൊരു ഞാൻ വയസ്സ് കുറച്ച് കൂട്ടി പറയാണ്, ഒരു 90 വയസ്സ് വരെ എന്ന് പറയാം, 100 വയസ്സ് വരെ എന്നൊക്കെ പറയാം. കാരണം ഞാനിപ്പോ 60 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അവിടേക്ക് അടുക്കാറായി, എനിക്ക് പേടിയാണ്. 90 വയസ്സ് വരെ ജീവിക്കേണ്ട സമയമായതുകൊണ്ട് 100 വയസ്സ് വരെയൊക്കെ. അപ്പൊ നമുക്ക് കാത്തിരിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു രക്ഷയില്ല. ഫൈൻഡ് മീനിങ് ഇൻ ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കാൻ പഠിച്ചിരിക്കണം. നമ്മുടെ സാമുവൽ ബക്കറ്റിന്റെ പ്രസിദ്ധമായൊരു നാടകമുണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ഗോഡ്. ഈ കാത്തിരിപ്പ് മനുഷ്യന് ലൈഫിന് മീനിങ് ഇല്ല എന്ന് തോന്നുമ്പോൾ, മീനിങ്ലെസ് ആണ് കാത്തിരിപ്പ് എന്നും ലൈഫ് മീനിങ്ലെസ് ആണെന്നും പറയുന്നതോടൊപ്പം ഈ കാത്തിരിപ്പിലാണ് ആ ലൈഫിന്റെ മീനിങ് വരുന്നതെന്നുള്ള ഒരു വലിയൊരു കാഴ്ച ഇതിന്റെ പലവട്ടം ഈ മഞ്ഞിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വായന. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മഞ്ഞിനെ ഇങ്ങനെ മനസ്സിൽ വളരെയധികം സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് സമയമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്ന മാക്സിമം വേഗത്തിൽ പറയാണ് രണ്ടാം ഊഴം. ഭീമന്റെ കഥ എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള സംഗതി. അപ്പൊ ഈ ഭീമന്റെ വേറൊരു ചിത്രമാണ് എന്ന രീതിയിൽ ഈ രണ്ടാം ഊഴം വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം എം ടിയുടെ കുറിപ്പുകളൊന്നും വായിക്കാതെയാണ് രണ്ടാം ഊഴം വായിക്കുന്നത്. അപ്പൊ ഈ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഇത് എന്റെ വീട്ടിൽ നടക്കുന്ന കഥയാണല്ലോ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ഒരു കൂട്ടുകുടുംബത്തില് ഇപ്പൊ അനിയൻ മരിച്ചു പോയിട്ട് ഭാര്യ 5 കുട്ടികളും കൂടെ ചേട്ടന്റെ വീട്ടിൽ വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവിടെ നടക്കാൻ പോകുന്ന, ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് കണ്ടിട്ടുണ്ട് ഒരു വീട്ടില്, അവിടെ നടക്കുന്ന ആ ഒരു സങ്കീർണമായ ഒരു അവസ്ഥ, ഇത് സുഖമായിട്ട് മനുഷ്യന്റെ കഥയായിട്ട് അങ്ങ് ആ മഹാഭാരതത്തിലെ സന്ദർഭം എടുത്തുകൊണ്ട് അങ്ങ് എഴുതി വെക്കുകയാണ്. ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ അടർത്തിയെടുത്ത് അവരെ മനുഷ്യവൽക്കരിച്ച് നമ്മൾക്കിടയിലെ മനുഷ്യരാക്കി മാറ്റി നിർത്തപ്പെട്ട പരിഹസിക്കപ്പെട്ട ഭീമന്റെ ചിന്താധാരകളിലൂടെ ഇതിഹാസത്തിലെ മൗനങ്ങൾ വായിച്ചെടുത്ത് കേരളത്തിലെ ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥയാക്കി മനുഷ്യ മനസ്സിന്റെ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും അതിജീവന പോരാട്ടങ്ങളും നിസ്സഹായതയും അതിവിദഗ്ധമായി നമുക്ക് സമ്മാനിച്ചു. ഈ ഭീമന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും അതിലൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുന്തീനെയാണ്. അതിൽ അമ്മ എന്ന് പറയുന്ന ഒരു അത്തരമൊരു സാഹചര്യത്തില് ഒരമ്മയ്ക്കുള്ള ഒരു പങ്ക് എന്താണ് എന്ന് ഗംഭീരമായിട്ട് ആ കഥ പറയുന്നുണ്ട്. ഇനി ദ്രൗപദിയുടെ പ്രണയവും വിരഹവും നിറഞ്ഞ സ്ത്രീ ഹൃദയത്തിന്റെ നേർചിത്രങ്ങൾ കൂടിയാണ് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിനോടൊപ്പം കുറച്ച് ഭീമനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, മറ്റൊരു വായന എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, വീട്ടിൽ ജീവിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരായിട്ട് ബന്ധപ്പെടുന്നതിൽ അവരൻ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിനെ സോഷ്യൽ ഇന്റലിജൻസ് എന്നോ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് എന്നോ ഒക്കെ പറയും. ഇതില്ലാത്തൊരു വ്യക്തിക്ക് ഒരു സമൂഹത്തിലോ ഒരു സംഘടനയിലോ ഒന്നും വിജയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ
അവൻ എന്താ പറയണേന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്റെ തീരുമാനം പറയാൻ പറ്റുള്ളൂ. കാരണം പ്രസിഡന്റിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് ഓൾറെഡി ആലോചിക്കാൻ പറ്റണം സംഘടനയിൽ. എന്നാലേ പ്രസിഡന്റിന് അനുകൂലമായ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആലോചിച്ചെടുക്കാനുള്ള ഒരു മെന്റൽ എക്സർസൈസ് വളരെയധികം ഇതില് MT നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇതില് അതിലൊരു സന്ദർഭം അരക്കില്ലത്തിലേക്ക് പോകുന്നതാണ്. ഞാനത് വിശദമാക്കി പറയുന്നില്ല. അരക്കില്ലത്തിലേക്ക് ഇവരെല്ലാരും പോയി കഴിയുമ്പോൾ കുന്തി ഇവരെല്ലാരും വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട്, ഇളയച്ചൻ എന്താണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞു വിടുമ്പോൾ, ഇളയച്ചൻ എന്താണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ സംഭവങ്ങളെ ചോർത്തി എടുത്തു കഴിയുമ്പോഴാണ് കുന്തി പറയുന്നത്, മക്കളെ തീയാണ് വില്ലൻ, നമ്മൾ സൂക്ഷിക്കണം, നമ്മളെ തീ വെച്ച് കൊല്ലാനാണ് പരിപാടി, അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അതിനുള്ള വിദ്യകൾ കണ്ടുപിടിച്ചേ തീരൂ എന്ന് പറഞ്ഞ കുന്തിയുടെ ബുദ്ധിയാണ് ആ കാട്ടാള കുടുംബത്തെ അവിടെ കൊണ്ടുവന്നതും അവരെ കത്തിച്ചതും എല്ലാം കുന്തിയുടെ ഒരു പ്രത്യേകമായൊരു ബുദ്ധി വൈഭവം കൊണ്ടാണ്. പിന്നെ മറ്റൊരു വരി ഇതിൽ പറയാനുള്ളത്, ഈ ഭീമന്റെ പുത്രനായ ഘടോത്കചൻ അവനെ ഒരു കാട്ടാള സന്തതിയായിട്ടാണല്ലോ കാണുന്നത്. അതേസമയത്ത് യുദ്ധത്തിൽ വളരെ നിസ്സഹായമായ രീതിയിൽ വധിക്കപ്പെട്ട ഒരു ആളാണ് അഭിമന്യു. അപ്പൊ മരണത്തെ പറ്റി ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അർജുനനോട് കുറച്ച് തത്വങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിക്കുമ്പോൾ മരണത്തെ പറ്റി പറയുന്നത്, ജീർണ വസ്ത്രം വെടിഞ്ഞിട്ട് ആത്മാവ് പോവുകയാണ്, ശരീരം ജീർണ വസ്ത്രമാണ്, അത് വെടിഞ്ഞിട്ട് ആത്മാവ് പോവാണ്. അതുകൊണ്ട് മരണത്തെ കൊല്ലുന്നവരെ പറ്റിയോ ഒന്നും കാര്യമായിട്ട് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ അഭിമന്യു മരിച്ചു എന്ന് കേട്ടപ്പോ, ഞാനിതൊക്കെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. ഈ അഭിമന്യു മരിച്ചു എന്ന് കേട്ടപ്പോ ശ്രീകൃഷ്ണൻ അങ്ങ് വേദനിച്ചു പോയി. ആ സമയത്ത് ഭീമൻ ആലോചിക്കുകയാണ്, ആഹാ, അപ്പൊ ഈ ജീർണവസ്ത്രത്തിന്റെ പരിപാടിയൊന്നും ഈ അഭിമന്യു മരിച്ചതിൽ കാണാനില്ലല്ലോ, സ്വന്തം മനുഷ്യര് സ്വന്തം ആളുകൾ മരിക്കുമ്പോ ഇതൊന്നും പ്രശ്നമല്ലേ എന്ന്. ഇങ്ങനെ പോയി പിന്നൊരു സമയത്ത് ഘടോത്കചൻ മരിക്കുകയാണ്. ഓ മൈ ഗോഡ്, അത് നമുക്ക് വായിക്കുമ്പോ സഹിക്കാൻ പറ്റില്ല. ഭീമൻ വിഷമിച്ചിരിക്കുമ്പോ അവന് ചിതയൊന്നും വെക്കണ്ട എന്ന് പറയാം, കാട്ടാളപുത്രനല്ലേ. അപ്പൊ അഭിമന്യുവിനോടും ഘടോത്കചനോടും വളരെ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു അവസ്ഥ അച്ഛൻ കാണുന്നു. ഭീമൻ അത് കാണുകയാണ്. അത് കണ്ടിട്ട് ഭീമൻ ആലോചിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എത്രയോ സമയത്ത് നമ്മളിത് കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ. അടുത്തൊരു സംഭവം, നമ്മൾ ഈ ന്യൂ ജനറേഷന്റെ പ്രത്യേകതകൾ കാണിക്കുന്ന ഒരു കാര്യം ഞാനിതിൽ വായിച്ചെടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും അർജുനനെ ഒരുപാട് പേര് പുകഴ്ത്തുന്നുണ്ട്. അങ്ങനെ അർജുനനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അഭിമന്യു യുദ്ധം തുടങ്ങുന്ന സമയത്ത് അഭിമന്യു വന്നിട്ട് ഭീമനോട് പറയാണ്, വലിയച്ഛ, എല്ലാരും അച്ഛനെയാണ് വല്ലാതെ പുകഴ്ത്തുന്നേ, പക്ഷെ എനിക്കറിയാം വലിയച്ഛൻ എല്ലാത്തിലും അതിസമർത്ഥനാണെന്ന് എനിക്കറിയാം, എത്രയോ കാര്യങ്ങൾ വലിയച്ഛൻ അറിയാം. ഉടനെ തന്നെ ഭീമൻ അത് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, വല്ലാതെ പൂരിത്തിരിക്കുകയാണ് ഭീമൻ അത് കേട്ടിട്ട്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുടെ പേരൻസ് നമ്മളോട് പറയും, ഇന്നോര് ഇന്നെ പോലെയാണ്. പക്ഷെ നമ്മൾ ആ ന്യൂ ജനറേഷൻ, നമ്മളന്ന് ന്യൂ ജനറേഷൻ ആയിരുന്നു, നമ്മൾ ആലോചിക്കും അമ്മായി ഇങ്ങനെയാണോ, ഇളയച്ചൻ ഇങ്ങനെയാണോ, അല്ല. പക്ഷേ അതിന് നമ്മൾ നമ്മുടേതായൊരു സംഭവം ഉണ്ടാക്കും. പക്ഷെ ഇത് നമുക്ക് അച്ഛന്റെ മുന്നിലോ അമ്മയുടെ മുന്നിലോ പറയാൻ പറ്റില്ല. നമ്മൾ പതുക്കെ ചെന്നിട്ട് ഇളയച്ചനെ നമ്മൾ കൂട്ടുകൂടും വാട്സാപ്പിൽ. ഞാനിപ്പോ ഇന്നത്തെ കാലത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഇളയച്ച സുഖം തന്നെയല്ലേ, ഇളയമ്മയ്ക്ക് സുഖം തന്നെയല്ലേ. ഇത് അമ്മ അറിഞ്ഞാൽ നമ്മളെ വെട്ടി ശരിയാക്കൂട്ടോ. പക്ഷെ അത് നമ്മളത് ചെയ്യാറുണ്ട്. ഇതുപോലെയാണ് അഭിമന്യു വന്നിട്ട് ഭീമനോട് പറയുന്നത് സമയം അല്ലെ, ഭീമനോട് ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ അനവധി ഭംഗിയുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. അടുത്തൊരു കാര്യം, ഈ മഹാവാനപ്രസ്ഥം ഇവര് മോക്ഷം കിട്ടാനായിട്ട് കടന്നു പോകുന്ന ഒരു അവസരമാണ്. അപ്പൊ ഓരോരുത്തർ വീണു പോകുമ്പോ ഭീമൻ പറഞ്ഞു, ചേട്ടാ പാഞ്ചാലി വീണു എന്ന് പറഞ്ഞു. അവള് വീഴട്ടെ, അവളെ പറ്റി നോക്കൊന്നും വേണ്ട, അവൾക്ക് പണ്ടേ അർജുനനെ ആയിരുന്നു സ്നേഹം എന്ന് പറഞ്ഞിട്ട് അതിലെ ചില വരികളൊക്കെ ഉണ്ട്. കാറ്റ് അവരുടെ കാൽപ്പാട് പോലും എടുത്തു കളഞ്ഞു എന്നാണ് പറയണേ. കാരണം മനുഷ്യത്വമില്ലാതെ യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പക്ഷെ ഭീമൻ എന്താ ചെയ്തേ, എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ ജിതേന്ദ്രിയനായിട്ട് സ്വർഗമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭീമൻ ഇറങ്ങി വന്ന് പാഞ്ചാലി എടുക്കുകയാണ്. അവൻ പറയാണ്, ഞാൻ കാമക്രോധങ്ങളിൽ നിന്നും മോചനം നേടിയിട്ടില്ല. പക്ഷെ അപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വായിക്കാതെ ഒരു രക്ഷയില്ല. വെള്ളപ്രാവുകൾ മുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ വഴി കാട്ടാൻ വേണ്ടി, അതായത് ദ്രൗപദിയുടെ അടുത്തേക്ക് വരികയാണ്, എനിക്ക് മോക്ഷം വേണ്ട എന്ന് പറഞ്ഞിട്ട്. അവിടെ പറയാണ്, അപ്പോൾ വഴി കാട്ടാൻ വേണ്ടി വെള്ളപ്പറവകൾ മേഘങ്ങളിൽ നിന്നിറങ്ങി വ്യൂഹം ചമച്ച് മുമ്പേ താഴ്വാരങ്ങളിലേക്ക് പറന്നു. ഇത് വായിക്കുമ്പോ ഞാൻ ഏതാ കവിന്ന് എനിക്ക് ഓർമ്മയില്ല, സ്വർഗം താണിറങ്ങി വന്നു.
അതായത് മനുഷ്യനെ തേടി സ്വർഗം വന്നു. ഇവർ സ്വർഗം തേടി കഷ്ടപ്പെട്ട് മഹാമേരുവിന്റെ മോളിൽ പോകുമ്പോൾ ഭീമൻ ചെയ്ത ഈ പ്രവൃത്തിയിൽ മനുഷ്യനെ തേടി സ്വർഗം താഴേക്ക് വരുന്നു. താങ്ക് യു. സമയമില്ല. കേരളകൗമുദിയിൽ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, കലാകൗമുദി. കലാകൗമുദി. അപ്പൊ അന്ന് ഏറ്റവും പല കഥകളും അറിയണ്ടായിരുന്നില്ല. ഈ MTയുടെ രണ്ടാം മുഴംകാരനാണ് മഹാഭാരതത്തിലെ പല കഥകളും ഇത് ഏതൊക്കെ എവിടെയൊക്കെ വരുന്നത് ഒരു സീക്വൻസ് ആയിട്ട് അറിയണ്ടായിരുന്നില്ല. അത് വളരെ സഹായിച്ചു MTയുടെ രണ്ടാം മുഴം. അതില് ഒരു കാര്യം നന്നായി അറിയായിരുന്നു, ഭഗവത്ഗീത. അതിനെപ്പറ്റി MT എന്താ പറയണതെന്ന് കുറെ ആലോചിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കണ്ടന്റ് വരുമ്പോ ഇത് വരുമ്പോ എന്ത് പറയും MT എന്ന് ആലോചിച്ചിട്ടുണ്ട്. രണ്ടുപേരുണ്ട് അതില് പറയണത് എന്താണ്, ശ്രീകൃഷ്ണന് ചക്രായുധം പോലെ ഉപയോഗിക്കാൻ അറിയാൻ വാക്കുകൾ അത്ര മാത്രമേ പറയുന്നുള്ളൂ. അതൊരു ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. അയാൾ ഭഗവത്ഗീതയെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. അതില് പലപ്പോഴും കലാകൗമുദിയിൽ വന്നിരുന്ന സമയത്ത് ആൾക്കാർ എഴുതിയത് നമ്പൂതിരിയുടെ വിഷ്വലൈസേഷൻ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പൂതിരിയുടെ വിഷ്വലൈസേഷൻസ് രണ്ടാം മൂഴത്തിനേക്കാളും കേമായിരുന്നു. അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ ബിന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, വാക്കുകളുടെ ഇടയിലുള്ള മൗനം. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ടാമൂഴം എഴുതാനുള്ള കാരണം വ്യാസന്റെ വാക്കുകളുടെ ഇടയ്ക്കുള്ള മൗനമാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി അതൊരു കഥയാക്കിയതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യാസമഹാഭാരതം ഞാൻ പകർത്തി വെച്ചതല്ല എന്നും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യാസമഹാഭാരതത്തോട് ഭക്തിയുള്ളവർക്ക് വഴക്കുണ്ടായാലും എനിക്ക് പിണക്കില്ല എന്ന്. അങ്ങനെ കാരണം അദ്ദേഹത്തിന് പിണക്കുണ്ടാക്കാവുന്ന ചില സംഗതികളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വളരെ കാൽക്കുലേറ്റീവായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്. ഈ ഇത് പറയുമ്പോ ഈ യുദ്ധത്തില് കൗരവന്മാരെ എല്ലാം കൊല്ലുന്ന ഭീമനാണ്. 100 കൗരവന്മാരെ കൊല്ലുന്നതും ഭീമനാണ്. അപ്പോ അന്നത്തെ ഒരു ഇത് പ്രകാരം രാജാവാകുന്നത് ഭീമനല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോ MT തന്നെ പറയുന്നതാണ് കേട്ടോ, ഞാനിത് ഭാരതം വായിച്ചിട്ട് പറയല്ല. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വ്യാസൻ യുധിഷ്ഠിരനെ കൊണ്ടത് ചോദിക്കുന്നുണ്ട് ഭീമന്റെ അടുത്ത്. ഇതെല്ലാം നീയല്ലേ ജയിച്ചത്, ഇവരെല്ലാം കൊന്നത് നീയല്ലേ, നിനക്കാവാലോ രാജാവ് എന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായം തുടങ്ങുന്നത് യുധിഷ്ഠിരന്റെ ഈ കോറനേഷൻ സ്ഥാനാരോഹണമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ന്യായമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ആർക്കും ചോദിക്കാവുന്ന ചോദ്യമാണ്. അതാണ് ഈ വ്യാസന്റെ അർത്ഥഗർഭമായ മൗനങ്ങൾക്കിടയിലാണ് MT ഇതെല്ലാം കൊണ്ട് വെച്ചതെന്ന് പറയുന്നത്. അത് പ്രതിഭയുടെ തിളക്കം. വിദുരനാണ് അതിന് കാരണം. വിദുരർക്ക് യുധിഷ്ഠിരനെ ആക്കണം എന്നുണ്ടായിരുന്നു. അത് പിന്നെ വിദുരനും യുധിഷ്ഠിരനും തമ്മിലുള്ള ബന്ധം ഒഴുക്കം പറയുന്നുണ്ടല്ലോ. ഞാൻ ഞാനതിലും പങ്കെടുത്തായിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആകെ എന്റെ ജീവിതത്തിൽ കാത്തിരുന്ന് ഒരാഴ്ചയും വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് രണ്ടാം മുഴം. അന്ന് അത് വാരികയിൽ വരുന്ന സമയത്ത് ആ ഒരു പുസ്തകത്തിന് മാത്രമേ ഞാൻ കാത്തിരുന്നിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ അങ്ങനെ എല്ലാം ആദ്യമായിട്ട് ഇങ്ങനെ ഓരോന്നും വായിക്കുന്നുള്ളൂ. എനിക്ക് രണ്ടാം മുഴം എന്ന് പറയുമ്പോൾ നമ്മള് 5 ഭർത്താക്കന്മാരാണല്ലോ. അപ്പൊ രണ്ടാമനാണ് ഭീമൻ. അതാണ് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ആയിരിക്കും വിചാരിക്കും, ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഭാഗത്തും എനിക്ക് തോന്നുന്നത് അതിൽ ഭീമന്റെ വേദനയാണ് ശരിക്കും അതിൽ MT വരച്ചു കാണിക്കുന്നത്. പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഒരു സംഭവം മാത്രമേ എന്നും എന്റെ മനസ്സിൽ നിൽക്കുന്നത്, ഇവൻ കാട്ടിൽ വന്നു കഴിയുമ്പോൾ ഹിഡുംബിയായിട്ട് പ്രേമം വരും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹിഡുംബിയായതെല്ലാം കഴിച്ചപ്പോൾ അവസാനം അവൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ അറിഞ്ഞു കഴിയുന്ന നിമിഷത്തിലാണ് ഈ കുന്തി പറയുന്നത്, നമ്മളെ അവരാരോ കണ്ടു കഴിഞ്ഞ് നമുക്ക് പോകാൻ സമയമായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ഭാര്യ അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ ഇവന് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അവന്റെ ആ വേദനയോട് പോകുന്നത് ഞാൻ ആ വാക്കുകൾ ഓർക്കുന്നില്ല, പക്ഷെ അവിടുത്തെ കുറച്ച് വരച്ചു കാട്ടുന്നുണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങളാണ് എനിക്കതിൽ കൂടുതലായിട്ട് തോന്നുന്നത്. അതായത് എന്നും തഴയപ്പെടുന്ന ഒരുവന്റെ വേദനയായിട്ടാണ് രണ്ടാം വഴി ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാ ഭാഗത്തും എല്ലായിടത്തും വരും. രാജാവിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു, എവിടെയും വരുമ്പോഴും ആ തഴയപ്പെടുന്നവന്റെ വേദന, അതാണ് രണ്ടാം മൂഴമായിട്ട് ഞാനതിന്. ഈ MT അനുസ്മരണം എന്ന് പറയുന്നത് ഒരു അത്ര ഞാൻ MT അനുസ്മരണത്തിൽ MTനെ അനുസ്മരിക്കാൻ ഞാൻ ആകെയല്ല, ആകെയുള്ളത് 4 കെട്ട് എന്നുള്ള പുസ്തകത്തിനെ പറ്റിയിട്ട് മാത്രമേ എനിക്ക് പറയാൻ അനുവാചകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമായിട്ട് വിചാരിച്ചിട്ട് പറയുന്നു. അത്രക്കും ഈ 4 കെട്ട് എഴുതിയത്
ഈ എം ടിയുടെ കഥകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും കുഴപ്പം എന്താ വെച്ചാൽ ഇത് എം ടിയുടെ ഒരു കഥകളും വായിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അത് മാത്രമല്ല എം ടിയുടെ എല്ലാ കഥകളും മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഏറ്റവും ജനകീയം എന്ന് പറയുന്ന കവിതകളിൽ ചങ്ങമ്പുഴ എന്നൊക്കെ പറയുമ്പോൾ ചങ്ങമ്പുഴയുടെ പലരും വായിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ വിനോദ് പറഞ്ഞ പോലെ ഞാൻ പലതും വായിക്കണം എന്ന് വിചാരിച്ചൊക്കെ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പലതും വായിക്കില്ല. പക്ഷെ എം ടിയുടെ അങ്ങനെയല്ല. എം ടിയുടെ എല്ലാ പുസ്തകങ്ങളും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇനി വായിക്കാത്തത് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിനെപ്പറ്റി അറിയുണ്ടാവും. അപ്പൊ ഈ അതില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാലുകെട്ട് എന്നുള്ളത്. കാരണം എല്ലാവർക്കും അറിയണതാണ്. അപ്പോ നാലുകെട്ടിന്റെ ഉള്ളടക്കത്തിനെ പറ്റിയിട്ടോ ഒന്നും പറയേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. ഞാൻ വായിച്ചപ്പോൾ നാലുകെട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 1958 ഇത് പബ്ലിഷ് ചെയ്തത്. 56 അല്ലേ? അതിനേക്കാളും മുമ്പേ എം ടി എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവും. എം ടി ജനിച്ചത് 33 അപ്പോ 23 വയസ്സിലാണ് അത് എഴുതിയത്. അപ്പോ വല്ലാത്തൊരു ക്യാൻവാസാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നോവലാണ്. അതിൽ ഏറ്റവും അത്ഭുതം തോന്നിയത് 10-20 വയസ്സിലും അയാളൊരു വിപ്ലവകാരിയാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ അന്നത്തെ സമ്പ്രദായത്തിൽ ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ തുടക്കത്തിൽ അയാൾ ചോദിക്കുന്നത് നമ്മൾ മറ്റവരുടെ മാപ്പിളാരുടെ ഭക്ഷണം നമ്മൾ കഴിക്കുമോ? പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അയാൾക്ക് യാതൊരു വിഷമില്ല. ആദ്യം സൈതാലിക്കുട്ടി നോവൽ തുടങ്ങുക തന്നെ സൈതാലിക്കുട്ടിയെ കൊല്ലാൻ എന്താണ് വലുതാവുമ്പോഴേക്കും എനിക്ക് ശക്തി തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. പക്ഷെ നോവലിന്റെ അവസാനം വരുമ്പോൾ സൈതാലിക്കുട്ടിയെ എന്താണ് അയാളുടെ വീട്ടുവാടക കൊടുക്കാൻ സഹായിക്കണോ, അങ്ങനെ ആൾക്കാർ യാതൊരു വിഷമമില്ല. അത് ഈ സൈതാലിക്കുട്ടി സ്വന്തം അച്ഛനെ കൊന്നക്കാരനാണ് ഇയാൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എക്സിസ്റ്റൻഷ്യൽ ഇതിന് വേണ്ടിയിട്ടും അയാൾക്ക് ഒരു കൺവെൻഷണൽ ഇതൊന്നുമില്ല. പിന്നെ അതുമാതിരി കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു വിപ്ലവകാരിയായിട്ട് തോന്നാൻ ഇത്രയും കാലം അയാളുടെ വല്യമാമ നാലുകെട്ടിൽ നിന്ന് ഇറക്കി ഓടിക്കുക ചെയ്യുന്നത്. അവസാനം കുടുംബം തകർന്ന് നാലുകെട്ട് ഇയാൾക്ക് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സമയം വരുമ്പോഴും അയാള് അതുമായിട്ട് അത് പൊളിച്ചു കളയാം, ചെറിയൊരു വീടുണ്ടാക്കാം എന്നാണ്. അയാൾക്ക് ഒരിക്കലും ഒരു സെന്റിമെന്റൽ വാല്യൂ ഒന്നുമില്ല അതിനെ പറ്റിയിട്ട്. അപ്പൊ എപ്പോഴും എളുപ്പം തോന്നിയിട്ടുള്ള ഈ 22 വയസ്സിൽ ഇങ്ങനെയൊക്കെ ഇയാൾ ആലോചിക്കാൻ പറ്റും. പിന്നെ അതില് കുറെ ഒരു കാലത്തിന്റെ ഒരു പക്ഷേ ഇനിയൊരു അടുത്ത ജനറേഷന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായാലും നാഗപൂജ ഇല്ലെങ്കിൽ മച്ചില ഭഗവതി, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എന്താണ് ഈ നോവല് ഉള്ള കാരണം ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് പിന്നെയും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഇല്ലാതെ ഉണ്ടാവും. അതുപോലെ ഈ നാലുകെട്ടിനെ പറ്റി എപ്പോഴും അത് ഖണ്ഡശ വായിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഒന്നാണ്. നാലുകെട്ടിന്റെ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും എന്താണ് സൈതാലിക്കുട്ടി, വല്യമ്മ, പിന്നെ അമ്മിണിയെടുത്തി എന്നാണ് തോന്നുന്നു. ഈ സ്വന്തം പ്രായത്തിലും കൂടുതലുള്ള അമ്മിണിയെടുത്തിനായിട്ടാണ് എം ടി പുണ്ണിക്ക് ബന്ധം ഉണ്ടാവുന്നത്. അതും ഒരു റെവല്യൂഷണറിയാണ്. സ്വന്തം പ്രായത്തിനേക്കാൾ അന്നത്തെ കാലത്ത് ഒരു ഏടത്തിയുടെ പ്രായമായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ സെറ്റിലായിട്ട് പറയുന്നുള്ളൂ. അപ്പോ ഇതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞ രണ്ടാം മുഖത്തിന്റെ കാര്യം പറഞ്ഞ മാതിരി ഇല്ലസ്ട്രേഷൻസ് ആണ്. അതിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അമ്മിണിയെടുത്തി, സേതാലിക്കുട്ടി, വല്യമ്മാവ, പിന്നെ നാഗപൂജയ്ക്ക് വളക്ക് വയ്ക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ എം ടിയുടെ എല്ലാ കഥകളിലും എല്ലാ നോവലുകളിലും നമ്പൂതിരി ഒരു അവിഭാജ്യ ഘടകമായിരുന്നുണ്ട് അല്ല ഇല്ലസ്ട്രേഷൻസ്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതിനെ പറ്റിയിട്ട്. കുറച്ച് മുമ്പാണ് ഞാൻ ഇത് വായിച്ചിട്ടുള്ളൂ.
പിന്നെ അതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. MT ഈ അപ്പുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ ഹൈസ്കൂളിലേക്ക് അഡ്മിഷൻ, തൃത്താല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോകുമ്പോൾ ഏതാണ്ട് ആ സമയത്താണ് ഈ ഇയാളുടെ അമ്മയ്ക്ക് ഇയാൾക്ക് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു, അച്ഛനെയും വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ പേര് പറഞ്ഞ് ഇയാൾ അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ ഹൈസ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്ന ആ സമയത്താണ് ഈ ശങ്കരൻ നായർ എന്ന് പറയുന്ന ആളായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാള് അമ്മ ഉപേക്ഷിച്ച് പോണത് തറവാട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് പഠിപ്പ് കഴിഞ്ഞ് ജോലിയായി 5 കൊല്ലം അയാൾ ജോലി ചെയ്തതിനു ശേഷമാണ് ആദ്യം വെക്കേഷന് നാട്ടിൽ വരുന്നത്, ജനിച്ച സ്ഥലത്തേക്ക്. ആ സമയത്ത് പോലും അയാൾ അമ്മയെ കാണാൻ പോകില്ല. അത്രയും കാലം അയാൾ അമ്മയെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഇത് നിങ്ങൾ വായിച്ചത് ഓർമ്മ ഉണ്ടോ അറിയില്ല, അമ്മയെ പറ്റിയിട്ട് ഒന്നും പറയണില്ല. നാട്ടില് അയാൾ ജോലി കിട്ടി 5 കൊല്ലം കഴിഞ്ഞ് ആദ്യം ലീവില് നാട്ടിൽ വരുമ്പോഴും അയാൾ അമ്മയെ കാണാൻ പോകില്ല. പക്ഷെ ആ നോവല് അവസാനിക്കുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ അയാൾ 4 കെട്ട് വാങ്ങിയിട്ട് അമ്മയും ശങ്കരൻ നായരും, അതാണ് ആ റെവല്യൂഷണറി എന്ന് പറയുന്നത്. കാരണം അയാൾ അപ്പോഴും അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവിനെ അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുവരെ അയാൾ അമ്മയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ആ ലാസ്റ്റ് സീനിൽ അയാൾ ലാസ്റ്റ് ചാപ്റ്ററിൽ അയാൾ ഇവരെ രണ്ടുപേരെയും തറവാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതെനിക്ക് എപ്പോഴും തോന്നിയിരുന്നു എന്താണ് അങ്ങനെ ഉണ്ടാകുക. ഏതെങ്കിലും ഒരു കാലത്ത് എന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കണമെന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു മനസ്സിൽ. കാരണം അതിൽ ഹൈസ്കൂളിൽ എത്തുന്നതിന് മുമ്പേ അമ്മയെ ഉപേക്ഷിച്ച ഒരാൾ അവസാനത്തെ ചാപ്റ്ററിൽ തറവാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതുവരെ എന്തുകൊണ്ട് ബന്ധം ഉണ്ടായില്ല? അതൊക്കെയാണെങ്കിൽ വളരെ ഇഷ്ടമുള്ള അമ്മയായിരുന്നു, വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന അച്ഛനായിരുന്നു. അതെങ്ങനെയാണ്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു? അത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അമ്മ എങ്ങനെയാ ആ അമ്മയായെന്ന് ഈ പ്രായത്തിലായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നാലും അയാള് ജോലി കിട്ടി തിരിച്ചു വരുമ്പോഴും അയാൾ അമ്മയെ കാണാൻ പോകുന്നില്ല. സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴും അമ്മയെ കാണാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ആദ്യം പിണങ്ങിയത്? അയാളുടെ അമ്മയ്ക്ക് വേറൊരു അയാളുടെ അമ്മ വലിയ 4 കെട്ടിലുള്ള ആളായിരുന്നു. പക്ഷെ അച്ഛൻ തറവാടിയല്ല. ഞാനൊരു ചെറിയൊരു റിലേറ്റ് ചെയ്യാം, എന്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാം. എന്റെ അമ്മ ഭയങ്കര, ഞാൻ ഒറ്റ മോള, അടിച്ചു വളർത്തിയ പോലെ ബിന്ദുനൊക്കെ അറിയാം. സോ റിലേഷൻഷിപ്പ് ഈസ് വെരി ബാഡ്. വൈ അമ്മ ഈസ് ലൈക്ക് ദാറ്റ്. ഇന്ന് ഞാൻ 53 വയസ്സിൽ ഞാൻ ഭയങ്കര ക്ലോസ് ആണ് അമ്മയായിട്ട്. വൈ? ബിക്കോസ് ഐ നോ വൈ ഷീ ബിഹേവ് ലൈക്ക് ദാറ്റ് ടൈം. Her insecurity feelings made her that kind of protection and പുള്ളിക്കാരത്തിയുടെ ആ ഇതിൽ വരുന്നില്ല. പുള്ളിക്കാരത്തിക്ക് കുറച്ച് ഗോൾസ് ഉണ്ട് എന്നെ കുറിച്ച്. സോ ഐ എം നോട്ട് മീറ്റിംഗ് ദാറ്റ്. അപ്പോൾ അവിടെ റെസിസ്റ്റ് ആണ്. അപ്പൊ അടിച്ച് വളർത്തുകയാണ്. അപ്പൊ ഞാൻ ഓക്കെ നമ്മുടെ പ്രായത്തിൽ പിന്നെ 50 വയസ്സായപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഐ എം ഡൂയിങ് ദ സെയിം തിങ് ടു മൈ ഡോട്ടർ. Then I realized why my amma behaved like that. But now I am regretting and I am embracing it. That's a true. പക്ഷേ ഇതില് ജോലി കിട്ടിയിട്ട് 5 കൊല്ലം വരെ നാട്ടിലേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴും അമ്മയെ പോയി കാണുന്നില്ല. ഒരു പ്രാവശ്യം അത് 4 കെട്ടി വാങ്ങിയിട്ട് അമ്മേനെ കാണിക്കണം എന്നുള്ള ഒരു വാശിയിലായിരിക്കും. അത് എഴുതിയിട്ടുണ്ടാവല്ല MT. പക്ഷെ നാട്ടിൽ വന്നപ്പോ ഒന്നുമില്ല ജോലിയുണ്ട്, പണമുണ്ട്. പക്ഷെ ചിലപ്പോ അമ്മയ്ക്ക് ആ 4 അമ്മയുടെ ദുഃഖമായിരുന്നല്ലോ, ആ 4 കെട്ടുന്ന അമ്മേനെയും പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് വാങ്ങി പിന്നെ കൊടുക്കാൻ നല്ല ഒരു ഇതിലായി. അമ്മയെ ഇയാൾ ഒരിക്കലും കെയർ ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം ഒരു വലിയൊരു വെള്ളപ്പൊക്കത്തിനെ പറ്റിയിട്ട് അത് വേറൊരു ഇതാണ്. ആ വെള്ളപ്പൊക്കം എന്ത് ഭംഗിയായിട്ട് അയാൾ 20 വയസ്സിൽ എഴുതിയെന്നുള്ളത്. ഈ വെള്ളപ്പൊക്കത്തില് അത് MT ആണ്. എല്ലാ MTയുടെ ആദ്യത്തെ കഥകളിൽ എല്ലാ MTയുടെ ആത്മാംശം ഒരുപാടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അറിയാതെ MT തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ വെള്ളപ്പൊക്കത്തില് ഈ അമ്മയെ പറ്റി മിണ്ടാതിരുന്ന ആള് അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ വെള്ളപ്പൊക്കം വർണ്ണിക്കുന്നത്. അപ്പൊ വെള്ളപ്പൊക്കം വരുമ്പോ ചുറ്റുമുള്ള വീട്ടിൽ എല്ലാവരും പോവാണ്. അവര് മനസ്സിലായി വെള്ളം കയറി പുഴ കര കവിഞ്ഞൊഴുകാൻ പോവാണ്, വെള്ളം ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നു പറയുമ്പോ എത്താൻ തുടങ്ങി. അപ്പൊ അവരെല്ലാം വന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ആ പോയിന്റിൽ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ ആശകളും എല്ലാ പ്രത്യാശയും നശിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അമ്മ പറയും വേണ്ട പോകുന്നില്ല എന്നുള്ള പറയും. അങ്ങനെ ആ വെള്ളം കയറി വരുമ്പോ ഒരു റെഫറൻസ് ഉണ്ട് അവിടെ. അമ്മ ആടിന്റെ ഒരു ശബ്ദം കേൾക്കും. ആടിന്റെ ശബ്ദം കേൾക്കുന്നത് അമ്മേ അമ്മേ എന്നാണ്. അമ്മേ അമ്മേ എന്നാണ് ആട് പറയുന്നത്.
അവിടെ MTയുടെ കരുതലാണ് കാണിക്കുന്നത്. അമ്മയെ മറന്നിട്ടില്ല. അത് ആ ഒരു ജേണിയാണ്. ഇത് നമസ്കാരമൊക്കെ പറയേണ്ടതാണ് ഇതൊക്കെ. ഈ MTയുടെ പ്രൊട്ടാഗനിസ്റ്റ് ഒരുവിധ എല്ലാ കഥകളിലും നടത്തുന്ന ഒരുതരം ജേണിയാണ്, ജേണി ഓഫ് ഡിസ്കവറി. അതായത് ഇവിടെ ഈ ചുറ്റുവട്ടത്ത് നമ്മൾ ഒരുപാട് പരിമിതികളിലും സംഘർഷങ്ങളിലും കഷ്ടപ്പാടുകളിലൂടെ പോയിട്ട് അവിടുന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാ. ഇത് ഒരുപാട് നോവലിൽ വരുന്ന എന്നിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ അതിന് ഈ സൈതാലിക്കുട്ടി ഇന്നലെ മാന്യനായ രാമനുണ്ണി പറഞ്ഞു, ഈ സൈതാലിക്കുട്ടിയായിട്ട് ഒരു സഖ്യത്തിലായത് എന്തോ ക്യാപിറ്റലിസത്തിന്റെ ഒരു ഇതാണെന്ന്. എനിക്ക് അതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം അങ്ങോട്ട് അത് കഥയിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സൈതാലിക്കുട്ടി അവിടെ ചെല്ലുമ്പോ വേറെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ഒരു അവിഹിതമായിട്ട് ഒരു കുട്ടി ഉണ്ടാവുമ്പോ ഈ സൈതാലിക്കുട്ടിയാണ് ആ കുട്ടി അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത്. MT അത് വിവരിക്കുന്നത് ആ കുഴിച്ചിട്ട കുഴിമാടത്തിന്റെ മുകളിൽ ഒരു പൂമരം വിരിഞ്ഞു എന്നാണ്. അതായത് ഏതോ ഒരു ദുഷ്കർമ്മം ചെയ്തത് അതിന് ഉതകുന്നത് ഇങ്ങോരല്ല ചെയ്തത്, സൈതാലിക്കുട്ടി അജ്ഞാനുവർത്തി മാത്രമായിരുന്നു, അയാള് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് MTയുടെ അച്ഛന്റെ കാര്യത്തിലും ഉണ്ടായത്. കൊല്ലിപ്പിച്ചത് അമ്മാവനാണ്, കൊന്നത് സൈതാലിക്കുട്ടിയായിരിക്കാം, കൊല്ലിപ്പിച്ചത് അമ്മാവൻ. അപ്പൊ ഈ പറഞ്ഞതെന്ന് ഈ അല്ല അപ്പുണ്ണിക്ക് അത് മനസ്സിലായി. സൈതാലിക്കുട്ടി അല്ല അതില് മനസ്സിലാവുന്നത് അവസാനമാണ്. അല്ല, ആ പറയുമ്പോ ആ പൂമരം എന്ന് പറയുന്നതിന്റെ ഒരു രൂപകം അതാണ്. അത് എനിവേ, താങ്ക് യു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? ഇനി നമുക്ക് നോവലിൽ നിന്ന് MTയുടെ തിരക്കഥയിലേക്ക് ഒരു സുകുമാർജി നിർമ്മാല്യത്തിനെ കുറിച്ച്. നിർമ്മാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിവാളും കാൽച്ചിലമ്പും എന്നുള്ള MTയുടെ പ്രശസ്തമായ ചെറുകഥ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്, എല്ലാവർക്കും അറിയാം. സിനിമ പറ്റിയല്ല, തിരക്കഥയിലെ മൗലികത. തിരക്കഥ MT ആണ് തിരക്കഥ എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്ന് തന്നെ അതിന് മുമ്പ് വെറും ശക്തി കാണിച്ചു കൊടുത്ത ആളാണ്. കണ്ട MT സിനിമകളെയൊക്കെ മറക്കുക. എന്റെ ഒരു സ്വകാര്യ ആഗ്രഹം MT തിരക്കഥകൾ ഒന്നും തന്നെ സിനിമ ആകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം തിരക്കഥ എന്ന നിലയിൽ തന്നെ ഒരു സാഹിത്യമായിട്ട് നിലനിൽക്കാൻ പ്രാപ്തിയുള്ള കൃതികളാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ 10ൽ താഴെ നോവലുകൾ മാത്രമേ MT എഴുതിയിട്ടുള്ളൂ. ഞാൻ വലിയൊരു MT ഫാൻ അല്ല തന്നെ. അതേസമയം 60-ലധികം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ തിരക്കഥകൾ ഓരോന്ന് വായിക്കുമ്പോൾ സിനിമയെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത എൻ്റെ മനസ്സിൽ പോലും ഇത് എനിക്ക് ചെയ്യാമല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വാങ്മയ ചിത്രങ്ങളാണ് MTയുടെ തിരക്കഥകളെല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതല്ല. അപ്പോൾ നിർമ്മാല്യം നമുക്ക് എപ്പോഴും എടുത്തു പറയാൻ പറ്റുന്നതാണ്. ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെടാതെ ഈ നിർമ്മാല്യം നിങ്ങളൊന്ന് സ്വീകരിക്കുക. വെളിച്ചപ്പാട് നിൽക്കുന്നു, ചാരിയ വാതിലിന്മേൽ ഒരു സ്ത്രീയുടെ കൈ പുറത്തു വരുന്നത് നടുക്കത്തോടെ അയാൾ കാണുന്നു. ഭാര്യ നാരായണി. അവർ ധിക്കാരത്തോടെയല്ല, ദുഃഖം കലർന്ന ആത്മനിന്ദയോടെ മുഖം കുനിച്ചു നിൽക്കുന്നു. നിമിഷങ്ങൾക്ക് കനം പെരുകി പെരുകി വരുന്നു. എന്തും സംഭവിക്കാം. അയാൾ ഇളകിയപ്പോൾ അരമണിയും ചിലമ്പും ശബ്ദിക്കുന്നു. ആ ശബ്ദം നാരായണിയുടെ മുഖത്ത്. അവർ സാവധാനം മുഖമുയർത്തുന്നു, പതറാതെ. മുമ്പിൽ രക്ഷിക്കാനും സംഹരിക്കാനും കേൾപ്പുള്ള പള്ളിവാൾ പിടിച്ചു നിൽക്കുന്ന ഭർത്താവ്. കനം തൂങ്ങുന്ന നിമിഷങ്ങൾ. ഉത്കണ്ഠയുടെ പാരമ്യതയിൽ കണ്ണുകൾ ദ്രുതഗതിയിൽ ചലിപ്പിച്ച് നടക്കുന്ന വൃത്തൻ. വെളിച്ചപ്പാട്. എന്റെ 4 മക്കളെ പെറ്റ നീയോ നാരായണി? ആ ഒരു പോർഷൻ തീർക്കുകയാണ്. മേളം മുറുകുന്നു, പരിച കളിക്കാരുടെ താളം മുറുകുന്നു, തിരിയൊഴിച്ചിലിന്റെ വേഗം കൂടുന്നു. താലത്തിൽ നിന്നും ഒരു പിടി വെളിച്ചപ്പാട് വാരിയെടുക്കുന്നു. വിറയ്ക്കുന്ന കൈത്തലത്തിൽ അരി, അത് വസൂരിയുടെ വിത്തുകളാവാൻ അയാൾ പ്രാർത്ഥിക്കുകയാവാം. ഹിയേ എന്ന അലർച്ചയോടെ അയാൾ അരിയെറിയുന്നു. സംഘത്തിൽ നിന്നും അയാൾ അലറിക്കൊണ്ട് തിരുനടയിലേക്ക്. നടയ്ക്ക് മുന്നിൽ നിന്നും അയാൾ അലറിക്കൊണ്ട് തലയിൽ ആഞ്ഞാഞ്ഞു വെട്ടുന്നു. മേളം മൂർധന്യത്തിൽ തലയിൽ നിന്നൊഴുകിയ ചോരമുഖത്ത് കണ്ണുകളിൽ രംഗമാകെ മാറുന്നു. ഒരു നിമിഷം അകലെ ശ്രീകോവിലിൽ ശ്രദ്ധിക്കുന്ന ഭഗവതി. വായിലേക്ക് എഴുകുന്ന ചോര അയാൾ തുപ്പുന്നു. ആ രക്തം മുന്നിലെ ദീപസ്തംഭത്തിൽ ബലിക്കല്ലിൽ അവസാനത്തെ ശക്തിയും സംഭരിച്ച അയാൾ വാതിലെടുത്ത് ചാടി അമ്പലത്തിനകത്തേക്ക്.
ബിംബം അയാളുടെ അടുത്തെത്തുന്ന പ്രതീതി. വാര്യർ പറയുന്നു, അടങ്ങണം അമ്മേ, അടങ്ങണം. കരിങ്കലിൽ തട്ടി വെളിച്ചപ്പാടിന്റെ വാൾ മുറിയുന്നു. പള്ളിവാളിന്റെ പിടിയുമായി അയാൾ നടയിൽ വീഴുന്നു. മഞ്ഞൾ പൊടിയും വെള്ളവുമായി വാര്യരും പരിചാരകന്മാരും വീണ് കിടക്കുന്ന വെളിച്ചപ്പാടിന്റെ അടുത്തെത്തുന്നു. നിശബ്ദത, നിശ്ചലത. ഇത് വായിച്ചതിന് ശേഷമാണ് ഞാൻ സിനിമ കണ്ടത്. 78 ഇറങ്ങിയതാണ് ഈ തിരക്കഥ. 4-5 തിരക്കഥകൾ ചേർന്നിട്ട് DC ബുക്സ് പബ്ലിഷ് ചെയ്തതാണ്. ഇതിന് ശേഷമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. സിനിമ എന്നെ നിരാശപ്പെടുത്തി, തീർച്ചയായും. ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ അന്ന് പൊള്ളിച്ചു. 2 തലത്തിൽ. എൻ്റെ 4 മക്കളെ പറ്റുന്ന നീയോ നാരായണി എന്ന് ചോദിക്കുന്ന ഒരു സീൻ എന്നെ പൊള്ളിച്ചു. ആഞ്ഞാഞ്ഞ് തലയിൽ വെട്ടി ഈ ബലിക്കലിൽ തുപ്പുന്ന വെളിച്ചപ്പാട് എന്നെ നോവിച്ചു. അതൊന്നും സിനിമയിൽ എനിക്ക് നോവായിട്ട് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, കാണാവുന്ന സാഹിത്യം എഴുതിയ ആളാണ് എനിക്ക്. കാണാവുന്ന സാഹിത്യം എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട സാഹിത്യം എന്ന് ഞാൻ പറയില്ല. കാണാവുന്ന സാഹിത്യം. 60-ലധികം തിരക്കഥകൾ, വെവ്വേറെ ആയിട്ടുള്ള പല പല തരത്തിലുള്ള തീമുകൾ, അനുവാചകനെ പല തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന തീമുകൾ, പലപ്പോഴും നോവലുകൾക്ക് സാധിക്കാതിരുന്ന മാനങ്ങൾ നൽകുന്ന പല പല കാര്യങ്ങളും MT ഇതിനകത്ത് ഈ തിരക്കഥകളിൽ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇപ്പോൾ വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന 2-ാം ഊഴത്തിന് എൻ്റെ ഒരു പേടി അതാണ്. ഈ 2-ാം ഊഴം തിരക്കഥയാണ് എനിക്ക് വായിക്കേണ്ടത്, സിനിമ എനിക്ക് കാണണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കഥ പബ്ലിഷ് ചെയ്യാൻ ആദ്യം പോയി ഞാനത് വാങ്ങും. സിനിമയുടെ കാര്യത്തിൽ MT ആയിട്ടുള്ള എൻ്റെ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ 77 കോതമംഗലത്ത് വാരിക്കുഴി എന്ന് പറഞ്ഞൊരു സിനിമ 77-78 സംവിധാനം ചെയ്യാനായിട്ട് വിൻസെൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹവും സുകുമാരനും അവിടെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വരുമ്പോൾ അന്ന് 75 പൈസയ്ക്ക് മസാല ദോശ കിട്ടുന്ന സമയമാണ്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കൂടി മസാല ദോശ കഴിക്കാൻ പോകുമ്പോൾ ഭയങ്കര ജാടയോടുകൂടി സുകുമാരൻ സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിന് അതേ ജാടയോടുകൂടി MT നിൽക്കുന്നു. ആർക്കും അടുത്ത് പോകാനൊരു പേടി, അത് MT ആണ് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു MT. ഫാസ്റ്റ് ഫോർവേഡ് കോഴിക്കോട് വന്നു. കോഴിക്കോട് RC അധ്യാപകനായിരുന്ന സമയത്ത് ഇവിടെ ഉമേഷിനും ഒക്കെ അറിയായിരിക്കും, വിൻസെന്റ് പോൾ സാറും ദേവി എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിരുന്നു. വിൻസെന്റ് പോൾ സാറും ദിവാകരനല്ലോ വേറൊരു സാറും കൂടെ കൂടിയിട്ട് മാതൃഭൂമിയിൽ സാധാരണ ദേവി എന്ന് പറഞ്ഞ വളരുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞ കഥ എഴുതാറുണ്ട്. ആ കഥയല്ല, കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് മലയാളത്തിൽ എഴുതും. അപ്പൊ ഞാൻ വിൻസെന്റ് പോൾ സാറിന്റെ അടുത്ത് ദാമോദരൻ സാർ. അപ്പൊ ഞാൻ വിൻസെന്റ് പോൾ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറിന് ഭയങ്കര പരിചയമല്ലേ MT, എനിക്കൊന്ന് കാണണം. അതെ എടോ, കണ്ടാ പിന്നെ തനിക്ക് ഇഷ്ടപ്പെടില്ല, പോണ്ട. അത് ഞാൻ പോയില്ല. എനിക്കറിയില്ല കേട്ടോ, എല്ലാവരും പറഞ്ഞു വളരെ സഹൃദയനാണ്, വളരെ റിലേറ്റബിൾ ആണ്. പക്ഷെ എൻ്റെ അടുത്ത് വിൻസെന്റ് പോൾ സാർ പറഞ്ഞതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല. പക്ഷേ ഈ തിരക്കഥകളിലൂടെ അദ്ദേഹം 10 താഴെ നോവലുകൾ, 20 കഥാസമാഹാരങ്ങളുണ്ട്. ഈ കഥകളാണ് പലപ്പോഴും ഇങ്ങനെയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ MTയെ പറ്റി ഇത് സത്യമാണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യണം. ഞാനത് വായിച്ചതാണ് ഒരു സ്ഥലത്ത്. ഏകദേശം 1000 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ശരിയാണോ? 1000 എന്നുള്ളത് ശരിയാണോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ 100 എന്നുള്ളത് 1000 തെറ്റിദ്ധരിച്ചാണോ എന്ന് എനിക്കറിയില്ല. കാരണം പലരും PhD എടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. പലരും അദ്ദേഹത്തെ പറ്റി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പഠനങ്ങളുണ്ട്. 1000 പുസ്തകങ്ങളുണ്ടെന്ന് ഒരു ചർച്ചയിൽ ഇങ്ങനെ അല്പമൊന്നുമില്ല. അതുണ്ട് പല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ നോവലും കഥയിലും പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മാനം കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും തിരക്കഥ എഴുതുന്നവർക്ക് ഒരു വഴികാട്ടിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും അവർ കൈവയ്ക്കുന്ന പ്രതാപ് പോത്തനടക്കം അതുപോലുള്ള ആൾക്കാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ MT എഴുതി കിട്ടണം. കാരണം എന്താ വെച്ചാൽ അത്ര വാങ്മയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓരോ തിരക്കഥകളിലും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതില് ഈ മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങൾ എന്നുള്ള നിലയ്ക്ക് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ തിരക്കഥ എന്നല്ല, വേറെ എന്തെങ്കിലും പേരിട്ടോളൂ, പക്ഷെ അതിനൊരു സ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ എന്നെ പോലുള്ള ഒരാൾക്ക് MTയുടെ 2-ാം ഊഴം കാണണ്ട, 2-ാം ഊഴം തിരക്കഥ എനിക്ക് വായിക്കണം. തിരക്കഥ എഴുതിയാൽ ഷുവർ നന്നായിട്ട് അത് ചെലവാകുകയും ചെയ്യും പുസ്തകം. അത് ഇതിനോടൊന്നിച്ച് OTTയിൽ ഇറങ്ങുന്ന പോലെ ഇറങ്ങട്ടെ. അതായത് സിനിമ ഇറങ്ങുന്നതിൻ്റെ ഉടനെ തന്നെ ഇതും കൂടെ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ അത് വ്യക്തിയുടെ
കലയാണ്, മറ്റേ കവിത പോലെ തന്നെ എന്നാണ് ഞാൻ സിനിമ ഒരു തിരക്കഥാ വളർത്തലാണ് ഞാൻ പറയുന്നത്. അത് ചിത്രം വരയ്ക്കുന്നത് പോലെ ആ ഐഡിയ കിട്ടിയിട്ട് ചിത്രം വരയ്ക്കുന്ന പോലെ നമുക്കിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ChatGPT ചെയ്യുന്ന ഒരു പണിയാണ് സിനിമാ സംവിധായകൻ ചെയ്യുന്നതെന്ന് തോന്നും. ഞാനതിനെ വളരെ മോശമായിട്ട് കാണുന്നതല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ MT എഴുതുന്ന തിരക്കഥകൾ അത് നേരെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന AIക്ക് സുഖമായിട്ട് മൂവി ഉണ്ടാക്കാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രയധികം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ തിരക്കഥകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹം 5 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്. സ്ക്രീൻ എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, പ്രമേയത്തിൻ്റെ ചൈതന്യവും ആഴവും അറിയുക. കഥാപാത്രങ്ങൾക്ക് ചില ഡയമെൻഷൻസ് കൊടുക്കുക. ഒഴുക്കൻ കഥാപാത്രങ്ങളെ ത്രിമാന കഥാപാത്രങ്ങളാക്കുക. വെറുതെ വന്നു പോകുന്നവരാണെങ്കിലും ചായ കൊടുക്കുന്നവരാണെങ്കിലും അവർക്ക് ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു അംശം കൂടി കൊടുക്കുക എന്നുള്ളത്. പിന്നെ വാക്കുകൾ മാത്രം ആശ്രയിക്കുന്ന കഥാപാത്രങ്ങൾ ഒഴിവാക്കുക. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ആണ്. വെറുതെ വർത്താനം പറഞ്ഞു പോകുന്ന ഒരാളെയും തിരക്കഥയിൽ ഉണ്ടാവരുത്. പിന്നെ വാക്കുകൾക്കിടയിലുള്ള വിടവുകൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീമാണത്. പിന്നെ സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സംവിധായകനുമായിട്ടുള്ള ഒരു ആത്മൈക്യം വേണം, അല്ലെങ്കിൽ ആ തിരക്കഥ എഴുതാൻ പോകരുത്. പക്ഷെ ഇപ്പോഴും ഞാൻ ആദ്യം പറയുന്ന പോലെ തിരക്കഥ ഒരു സാഹിത്യ സംഭാവന എന്നുള്ള നിലയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായത് MTയുടെ തിരക്കഥകൾ വായിച്ചതിന് ശേഷം. അതിനുശേഷം പത്മരാജന്റെ തിരക്കഥകളുടെ ഒരു സമാഹാരമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതിലൊക്കെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റാണ് എനിക്ക് MTയെ പറ്റി പറയാനുള്ളത്. MTയുടെ നോവലുകളേക്കാൾ ഞാൻ ആസ്വദിച്ചത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ്. താങ്ക് യു. ഈ സുകൃതം അതിന്റെ തിരക്കഥയിലൊക്കെ പത്രാധിപര് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോ അവര് പേപ്പർ പ്രിന്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇയാളുടെ മരണത്തിനെ പറ്റി. അതൊക്കെ എഴുതിയതിന്റെ അത്ര ഭംഗിയായിട്ട് സിനിമയിൽ അതെന്നാ എനിക്ക് തോന്നുന്നത്. അത് എല്ലാത്തിനും അങ്ങനെയാണ് കേട്ടോ. ചിലത് പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് ഇല്ലാതെ ഞാൻ സിനിമ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് വേറൊരു മാർക്കറ്റ് ഇല്ലാന്നോ അതിന് ഗുണമില്ലാന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പുണ്ട്. ഈ തിരക്കഥ സാഹിത്യം എന്നുള്ള നിലയ്ക്ക് ഒരു നിലനിൽപ്പ് അതുണ്ട്. മാത്രമല്ല MTയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിളവെടുപ്പുണ്ടായത് സിനിമ തിരക്കഥകളിലാണ്. ആ തിരക്കഥകൾ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ MT വലിയൊരു സാഹിത്യകാരനാണ്. മറ്റു കാര്യങ്ങളിൽ ഓരോരുത്തരുടെ താല്പര്യം. അതാണ് തിരക്കഥകൾ അങ്ങനെ കൂട്ടുന്ന ഒരു കാര്യം വന്നു തുടങ്ങിയത്. അതിനെപ്പറ്റി അദ്ദേഹം ഒരു ഫ്രഞ്ച്, ഞാൻ മറന്നുപോയി ആരാണെന്നുള്ളത്, ഒരു തിരക്കഥാകൃത്ത് അത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഒരു റെസ്പെക്റ്റഡ് ലിറ്റററി സർക്കിളിൽ അതിനൊരു ലിറ്ററേച്ചറിന്റെ വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കിയത്. അതിനു മുമ്പ് അതുണ്ടായിരുന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു MT അത് കീപ്പപ്പ് ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടില്ല. MTയുടെ എല്ലാ തിരക്കുകളും പബ്ലിഷ് ചെയ്തിട്ടുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മുഴുവൻ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വേറെ പുതിയ സിനിമകൾ ഉണ്ടാകും. താഴ്വാരം അദ്ദേഹത്തിന്റെയാണ്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കഥകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ, ഇത് ഞാൻ സിനിമയിലേക്ക് പോവാത്തത് പ്രത്യേകം പറഞ്ഞു. സിനിമയിലേക്ക് ചർച്ച പോകരുത്. സിനിമയിലേക്കല്ല, സിനിമയുടെ പുറകിലെ സാഹിത്യം. സുകുമാർജിയുടെ ഒരൊറ്റ വാക്യം പറയാനുള്ളൂ. ഈ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രം. അദ്ദേഹം പറഞ്ഞത് തിരക്കഥ എന്നത് സാഹിത്യ രൂപമായിട്ട് മാറിയത് MTയുടെ ഒരു തിരക്കഥയോട് കൂടിയാണ്. ആ തിരക്കഥ കന്യാകുമാരി എന്നുള്ള സിനിമയാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെ പറ്റി, കന്യാകുമാരിയെ പറ്റി. കന്യാകുമാരിയുടെ തിരക്കഥ വായിച്ചിട്ടില്ല, പക്ഷെ അതിനെ പറ്റി അത് മലയാറ്റൂര പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ ആവാം. ഞാൻ വളരെ എൻജോയ് ചെയ്തു ശ്രീ. താങ്ക് യു. ടെക്നിക്കൽ നോട്ട് ഫോർ മൂവി. MT വന്നപ്പോ MTയുടെ തിരക്കഥ വിവരണങ്ങൾ സാഹിത്യമാണ്. ഒതുക്കങ്ങൾ കയറി അമ്പലത്തിലേക്ക് നടനെഴുതിയാൽ മതി, വായിക്കാൻ സുഖമുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ലാന്നുള്ള സിനിമ അല്ല, അത് സിനിമ ഉണ്ടാക്കുന്നവന് ആവശ്യമില്ല. പക്ഷെ എന്നെ പോലുള്ള വായനക്കാരൻ അത് എൻജോയ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിനൊരു അഡീഷണൽ ഡയമെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്റെ മനസ്സിലെ കാഴ്ചക്ക്
ഈ എഴുത്തുകാരൻ ഉദ്ദേശിച്ച മാനം ആ ഒരു ഡയമെൻഷൻ നല്ല ലാംഗ്വേജ് ആയിരുന്നു. അതെ, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിന് ആവശ്യമില്ല, അത് ഞാൻ സംഭവിച്ചു. ഒരു എണ്ണൻപിള്ളയുടെ ഒരു നാടകം വായിച്ചു. അതിലെ ഡയലോഗ്സുകളുടെ ഇടയിലുള്ള ഈ കഥാപാത്രം അവിടെ നീറുകയാണ്, അവിടെ ഉരുകയാണ്, അയാളുടെ മുഖത്ത് ഇതൊക്കെ വളരെ വിശദമായിട്ട് എഴുതി നാടകം അഭിനയിക്കുമ്പോ ഡയലോഗ് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ അത്ര സൂക്ഷ്മമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എംഡിയുടെ തിരക്കഥകൾ അതുപോലെ തന്നെ ചില നാടകൃത്തുകൾ അതുപോലെയാണ്. ജസ്റ്റ് കാര്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറയുക മാത്രമല്ല, അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന വിക്ഷുബ്ധത ഒക്കെ അവരത് പറയുന്നുണ്ട്. അപ്പൊ നാടകത്തിനെ സാഹിത്യമായിട്ട് കൂട്ടാമെങ്കിൽ എന്തുകൊണ്ട് തിരക്കഥയെ കൂട്ടിക്കൂടാം? അതാണ് ചോദ്യം. കുറച്ചൊരു ടെക്നിക്കലാണ്. ആ ലാംഗ്വേജിന്റെ ആവശ്യമില്ലാതാണ് ഈ പറഞ്ഞ സാധനം വേണ്ട. ഡയറക്ടർ ഭാവനയാണ് ഡയറക്ടറുടെ സഹായം ഇല്ലാതെ ആ മൂവി എഴുത്തുകാരൻ ചില കാര്യങ്ങൾ കൺവേ ചെയ്യണം ഡയറക്ടർ. എഴുതിയ ആൾക്ക് ഈ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്നാൽ ഡയറക്ടറുടെ സ്ഥിതി തന്നെയാണ്. ഇപ്പൊ തന്നെ എന്താ പറയാ, രാമായണം എടുത്ത് അരവിന്ദൻ കാഞ്ചന സീതയാക്കി. അത് വാൽമീകി ചിന്തിച്ചതുപോലെ അല്ല. പക്ഷെ അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് മൊത്തം പോകാതിരിക്കും. നോവൽ എഴുതുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതാം കഥ. ഒരു നാടകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ഡയലോഗിൽ മാത്രമായി പോകുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് അത്ര വിശദമായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. അത് ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വെറും സംഭാഷണം മാത്രം പറയുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവരുത്. നിങ്ങൾ സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സംവിധായകനുമായിട്ട് ആത്മൈക്യം വേണം. ഇതിലൊരു 5 പോയിന്റ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്ലാസ് എടുക്കുന്ന പോലെ. അദ്ദേഹം ഒരു അധ്യാപകരും കൂടെ ആയിരുന്നല്ലോ. അപ്പൊ തിരക്കഥ എഴുതുന്നതിന്റെ ഒരു ക്ലാസ് പോലെ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലേഖനത്തിൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതില്. അതായത് തിരക്കഥ സാഹിത്യകൃതി എഴുതുമ്പോ നമ്മൾക്ക് നമ്മളെ ആവിഷ്കരിച്ച് പോയാൽ മതി. വായനക്കാരനെ എടുത്തോട്ടെ, നമ്മളാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് സിനിമയാക്കുമ്പോ ഒരു കച്ചവടം കൂടിയുണ്ട്. ഇത് ഇവിടേക്ക് എത്തുമ്പോ ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കണം, ഇത് നമ്മൾക്ക് ആൾക്കാർക്ക് ഇത് കിട്ടില്ല. പിന്നെ പറയുന്ന ഡയലോഗാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമേരിക്കയാണ്, നാട്ടിലെ പോലൊന്നും ചുമ്മാ ഒന്നും ഇത് ജീവിക്കാൻ പറ്റത്തില്ല, നന്നായി കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവിടെ കഴിയാൻ പറ്റൂ. ചേച്ചി ഒരു ഉപദേശം കൊടുത്തിട്ട് പോവുകയാണ്. അപ്പൊ ബാലു വീട്ടിലിരിക്കുന്നു. ഒരു പൂച്ചയാണ് ഷെർലോക്ക്. പൂച്ച ബാലുവിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പൊ ബാലു, ഇത് ചേച്ചി ഇതൊരു പൂച്ചയാണെങ്കിലും എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ചേച്ചി ഏർപ്പാട് ചെയ്തിട്ട് പോന്നിരിക്കുന്ന ഒരാളാണിത്. അപ്പൊ ഈ ചേച്ചി പൂച്ച എങ്ങനെയാണ് വന്നത് വീട്ടില്? ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ്. ഷെർലോക്ക് ഹോംസ്, അതായത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് നെയിം പറഞ്ഞു, പുള്ളിയുടെ പേരാണ് അതിന് ഷെർലോക്ക് ഹോംസ് ഷിൻഡെ എന്നാണ് പൂച്ചയുടെ പേര്. അപ്പൊ ബാലു ഇന്ന് ആലോചിക്കുകയാണ്, ഈ ചേച്ചിയെ നിരീക്ഷിക്കാൻ. ഈ ഷിൻഡെ ഇടയ്ക്ക് യാത്രയിലാണ്. അപ്പൊ ഷിൻഡെ ഇവിടെ ആക്കിയിരിക്കുന്ന ആളാണ് ഈ പൂച്ച. ഷിൻഡെ വരുമ്പോ പൂച്ച ഇതൊക്കെ ചേച്ചി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പൂച്ച പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണമുണ്ട്. പുള്ളിക്കാരൻ പകലിരിക്കുമ്പോൾ വീടൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും. താഴെ പോകും, ബേസ്മെന്റിൽ പോകുമ്പോൾ അവിടെ കുപ്പികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ച് വന്നതെല്ലാം കണ്ടു തിരിച്ചു വന്നപ്പോ വൈകിട്ട് വരുമ്പോ ചേച്ചി പറയുന്ന ഡയലോഗ്, എടാ ഞാൻ കുപ്പികളൊക്കെ എടുത്ത് മാറ്റി വെച്ചു, നിനക്ക് രണ്ടാമതൊന്നും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഈ പൂച്ച പറഞ്ഞിട്ടല്ലേ ചേച്ചി അറിഞ്ഞത് താഴെ ഞാൻ ബേസ്മെന്റിൽ പോയി ഇതൊക്കെ നോക്കിയെന്ന്. പൂച്ചയുടെ നിരീക്ഷണത്തിലാണ് ബാലു എപ്പോഴും. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചേട്ടൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ചില എലിമെന്റ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ പറയുകയാണ്, ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ പറയുകയാണ്, കുമാരേട്ടൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കുമാരേട്ടൻ ഇവിടെ വന്നിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ശരിയായില്ല, എന്തൊക്കെയോ കുമാരേട്ടന്റെ പ്രശ്നങ്ങൾ. വളരെ എത്ര രസമായിട്ടാണ് ചെറിയ കാച്ചിക്കുറിക്ക് അതിങ്ങനെ അവതരിപ്പിക്കുന്നത്. നമുക്കപ്പം നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാതെ മടങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ മുഴുവൻ ചിത്രങ്ങൾ ഇങ്ങനെ വരികയാണ് മനസ്സിലേക്ക്. അപ്പൊ ഇദ്ദേഹം ഇരുന്ന് ബാലു ആലോചിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? കുമാരേട്ടൻ ചേച്ചിയുടെ ഡൈവോഴ്സ് ചെയ്ത് മേടിച്ച് നാട്ടിൽ പോയി ഒരു കോളേജ് പ്രൊഫസറായി, കല്യാണം കഴിച്ച് 2 കുട്ടികളുമായിട്ട് റിട്ടയർ ചെയ്ത് സുഖമായിട്ട് കഴിയുന്നു. ചേച്ചി ഷിൻഡെ കല്യാണം കഴിച്ച് നല്ലൊരു IT ആളെ കല്യാണം കഴിച്ച് ചേച്ചി സുഖമായിട്ട് കഴിയുന്നു. ഇപ്പോഴും എന്തിനാ കുമാരേട്ടനെ വിളിച്ചോണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക്? ഇതൊക്കെ നമ്മൾ ഇന്നും നമ്മൾ കാണുന്ന 1996 MT എഴുതിയിരിക്കുന്നത്. ഈ 2025 ഞാൻ കേൾക്കുന്ന കഥകളിൽ ഈ കുമാരേട്ടനും ഉണ്ട്, ഈ ഷിൻഡയും ഉണ്ട്, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. പൂച്ചയിലേക്ക് വരാം. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ അനാലിസിസ് ഞാൻ വായിക്കുമ്പോൾ എനിക്കൊരു പൂച്ച നോക്കിയെന്നേ തോന്നിയുള്ളൂ. അപ്പൊ ഇതിനെന്താണെന്ന് ഇവിടെ ഇപ്പൊ പ്രസംഗിക്കണ്ടേ? അപ്പൊ ഞാൻ പോയി ഇപ്പൊ ഇന്നലെ പയ്യൻ പറഞ്ഞ പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ പോയി നോക്കി. വലിയ നിരൂപകരെയൊക്കെ കേട്ടിട്ട് വരാന്ന് വിചാരിച്ചാൽ അങ്ങനെ കേട്ടാ പറ്റത്തില്ലല്ലോ. അത് 5 മിനിറ്റിൽ നമുക്ക് കിട്ടുമെന്നേ.
നാട്ടിലത്തെ BA പഠിപ്പിക്കുന്നുണ്ട്, ഈ ചെറുകഥ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് ടീച്ചർമാർ നിരൂപണം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അടിപൊളിയാണ്. അപ്പൊ അത് അവർ എഴുതിയിരിക്കുന്നത് ഈ പൂച്ച എന്ന് പറയുന്ന നിരീക്ഷകൻ എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ലോ സിസ്റ്റമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു ആളെ നിരീക്ഷിക്കുകയാണ്, മേളിൽ നിന്ന് നിരീക്ഷണം. ഇപ്പൊ ട്രംപിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പൂച്ച അതാണ്, പൂച്ച ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കണം, നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, നീ ഇവിടെ ഗ്രീൻ കാർഡ് കിട്ടാൻ നിൽക്കുന്നുണ്ടോ, നീ ഇവിടെ എത്ര നാൾ ഇവിടെ അനധികൃതമായി ജീവിക്കും. അപ്പൊ നമ്മുടെ മലയാളി എന്താ ചെയ്യുന്നത്, മലയാളിയുടെ ഒരു വിചാരമുണ്ട്, അതനുസരിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് അനാലിസ്റ്റുകാർ പറഞ്ഞാണ് കേട്ടോ, ഞാനല്ല. പിന്നെ പറയുന്നത് ഈ നമ്മുടെ മലയാളിക്ക് ഒരു വിചാരമുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു വീക്കിൽ കുപ്പിയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീരുമെന്ന്. അപ്പൊ ഈ ബാലു എന്താ ചെയ്തത്, പൂച്ചയ്ക്ക് മദ്യം കൊടുത്തു നോക്കും, പിന്നെ ഇണക്കാനുള്ള പരിപാടിയാണ്. നീ എന്റെ കൂടെ കൂടി നമുക്കിനി ഒന്നിച്ച് ചേച്ചിയോടൊന്നും പറഞ്ഞു കൊടുക്കാതെ ജീവിക്കുകയാണ്. പക്ഷെ അതിന്റെ എങ്കിൽ അത് അവസാനിക്കുന്നത് മദ്യമൊന്നും കൊടുത്തിട്ടൊന്നും ഇണങ്ങിയില്ല, മദ്യം കൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും അവസാനിക്കത്തില്ല. പുള്ളി ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ് ഈ പൂച്ചയുടെ ദംഷ്ട്രങ്ങള് പിന്നെ ബാലുവിനെ ആക്രമിക്കുന്നു, ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു ഇതിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ചേച്ചിയൊക്കെ പൂച്ചയുടെ നഖങ്ങളൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു അവര്, അതൊക്കെ പറയുന്നുണ്ട്. നല്ല രസമാണ് അത്, യു ഷുഡ് റീഡ് ഇറ്റ്. അത് ഭയങ്കര ഒരു 25 മിനിറ്റ്സിൽ യൂട്യൂബിൽ അവസാന കാലത്തിന്റെ കാണണമെന്നല്ലേ ഇത്. ഇത് 96 മകൾ ഇവിടെയായിരുന്നു, എപ്പോഴും വന്നുകൊണ്ടിരുന്നു. അല്ല അന്നേരം അത് എത്ര ഒബ്സർവേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ നമ്മൾ ലോൺ എടുത്ത് വീട് മേടിക്കുന്നതിനെ കുറിച്ച് ഇവിടെ അമേരിക്കയിൽ അങ്ങനെയാണ്. കുറച്ച് ലോണൊക്കെ എടുത്താൽ വീട് കിട്ടും. എന്നിട്ട് പറഞ്ഞു ഏറ്റവും നല്ല സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ചുറ്റിനും ഇതില്ല, എല്ലാം വി ക്യാൻ റിലേറ്റ് കംപ്ലീറ്റ്ലി വാട്ട് യു അല്ലല്ലേ. ഇത് സാധാരണ ഈ പൂച്ചേനെയും പട്ടീനെയും തമ്മിൽ ഡിഫറൻസ് പറയാറില്ലേ? എന്നുവെച്ചാല് പട്ടി ഒരു നമുക്ക് ചിലപ്പോ അമേരിക്കൻ സിസ്റ്റം അങ്ങനെയാണെന്നല്ലായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മള് പൂച്ചകൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമ്മളാണ് അവരെ മൈൻഡ് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മളാണ് അവർക്ക് കൊടുക്കുന്നത്. ചിലപ്പോ അതായിരിക്കും. അത് വലിയൊരു ഇതാണ്, അത് വലിയൊരു വഴിത്തിരിവാണ് പറഞ്ഞത്. ഇറ്റ്സ് ലൈക്ക് ഒബ്സർവിംഗ് ഫ്രം ദ ടോപ്പ്. അവരാണ് ലീഡേഴ്സ് പൂച്ചകള്. ആരെങ്കിലും പ്രോജക്ട് മാനേജേഴ്സ് ആയിരുന്നെങ്കിൽ അറിയാം, എല്ലാ മിക്കവാറും പൂച്ചകളെ മാനേജ് ചെയ്യേണ്ട ചുറ്റുപാടാണ് പ്രോജക്ട് മാനേജർ. എനിക്കുണ്ടൊരു പൂച്ച. സമയമുണ്ടെങ്കിൽ ഞാൻ മഞ്ഞിനെ കുറിച്ച് ഈ മഞ്ഞെന്ന് പറഞ്ഞ നോവൽ എക്സ്പെഷ്യലി ലേഡീസ് വായിച്ചിട്ടെങ്കിൽ യു ഷുഡ് റീഡ്. കാരണം മഞ്ഞിലെ വിമലയാണ് ഞാൻ അന്നും ഇന്നും എന്നും. കാരണം 1963 എഴുതിയ നോവലാന്ന് കണ്ടു, കൊച്ചിലെ എവിടെയോ വായിച്ചു. പക്ഷെ ഈ മഞ്ഞ് എന്നെ നാളെ ഇതും പറഞ്ഞ് കളിയാക്കരുത്. പിന്നെ മഞ്ഞിലെ വിമല, ഞാൻ ഏർക്കാട് കുറച്ചാൾ ജോലി ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട്. അപ്പൊ കറക്റ്റ് ഈ മഞ്ഞിലെ വിമല, ആ മഞ്ഞ്, അവിടുത്തെ ബുദ്ധു, അവിടെ പിന്നെ ഇതിൽ വരുന്ന ആൾക്കാർ എല്ലാം നമ്മൾ കണ്ടു. ഞാനും അന്നൊരു കാത്തിരിപ്പിലായിരുന്നു. അപ്പം അതും എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട്. അപ്പൊ ഞാനിപ്പോ ഓർക്കായിരുന്നു വിമല, ഓക്കെ കാത്തിരിപ്പിലായിരുന്നു, നമ്മൾ അവിടെ വായിച്ച കാത്തിരിപ്പ്. പക്ഷെ ഓക്കെ അവിടെ നമ്മൾ അതിനൊരു ട്വിസ്റ്റ് സംഭവിച്ചെന്ന് വിചാരിക്കുക, MT അതിന്റെ 2ാം ഭാഗം എഴുതിയെന്ന് വിചാരിക്കുക. പുള്ളി തിരിച്ചു വന്നു, സുധീർ മിശ്ര തിരിച്ചു വന്ന് വിമലയെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞാലും വിമല കാത്തിരിപ്പിലാണ്. എന്തിനാണ്? ഇന്നത്തെ ഏത് പെണ്ണുങ്ങളെ എടുത്താലും ഒരു നല്ല വാക്ക് ചേർക്കാൻ നമുക്കൊരു എക്സ്പെക്ടേഷൻസ്. അപ്പൊ നമുക്ക് സന്തോഷം കണ്ടാൽ തന്നെ എപ്പോഴും വിചാരിക്കും നമുക്ക് എക്സ്പെക്ടേഷൻ പാടില്ല. ഈ എക്സ്പെക്ടേഷൻ തന്നെയല്ലേ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ നമ്മളെല്ലാം മനസ്സിലാ കാത്തിരിപ്പിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അത് വിടട്ടെ, അത് വൈകാരികമായിട്ടുള്ള കാത്തിരിപ്പുകൾ. റിയൽ ലൈഫിൽ കുട്ടികൾ പറന്നുപോയി, അവരിപ്പം അടുത്ത ആഴ്ച വരും, അല്ല അടുത്ത മാസം വരുമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു മാസം ഇങ്ങനെ അങ്ങ് പൊക്കോളും. പ്രവാസിയായ നമ്മൾക്ക് നാട്ടിൽ പോകാൻ, ജൂലിയിൽ ഞങ്ങൾ നാട്ടിൽ പോകാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള കാത്തിരിപ്പ്. പിന്നെ സർദാർജിയുടെ കാത്തിരിപ്പാണ് അവസാനം, മരണം കാത്തിരിക്കുകയാണ് അവസാനത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വിമലയിലാണ് എപ്പോഴും, വിമലയായിട്ട് നമുക്ക് എപ്പോഴും. പിന്നെ ഈ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വിമലയാകാറുണ്ട്. കുട്ടികൾ വന്ന് കള്ളം പറയുമ്പോൾ, കുട്ടികൾ വന്ന് ഹോംവർക്ക് തരാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ കള്ളത്തരം, ഈ പ്രേമത്തിന്റെ ഹൃദയ കള്ളത്തരം കാണിക്കുമ്പോൾ ആ വരികൾ അന്ന് എന്റെ എഴുതി വെച്ച വരികൾ, അവൾക്കൊരു വിചാരമുണ്ട്, എക്സാക്ട് ആയിട്ടല്ല, അവളുടെ മുഖത്ത് കണ്ട വിജയഹാസം എന്ന് പറയുന്നത് എന്നെ പറ്റിച്ചു എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ അത് തകർക്കാം, പക്ഷെ വേണ്ട, അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഞാൻ ചിലപ്പോൾ കുട്ടികളുടെ വന്നിരുന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ അളറാൻ തോന്നും, എനിക്കറിയാം നീ വേണ്ട, നമുക്ക് മഞ്ഞിലെ വിമലയാകാം, അവൾ കുറച്ചു നേരം സന്തോഷിച്ചോട്ടെ, അവൾ എന്നെ പറ്റിച്ചു. അപ്പൊ അങ്ങനെ സോ MD ഈസ് ലൈക്ക്. പിന്നെ നാലുകെട്ടൊന്നും തകർന്ന നാലുകെട്ടിന്റെ ഒക്കെ ഒരു പരമ്പരയാണ് ഞാൻ. എന്റെ നാലുകെട്ട് തിരിച്ചു പോയി പിടിക്കാൻ എനിക്ക് പറ്റില്ല, അത് പൊളിച്ചു വിറ്റു. അതിനകത്തെ അപ്പുണ്ണിയുടെ ഒക്കെ ഒത്തിരി എന്താ പറയണത്, അതിന്റെയൊക്കെ അപ്പുണ്ണിയുടെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയാണ് എന്റെ അച്ഛനൊക്കെ. അപ്പൊ അപ്പുണ്ണിയൊക്കെ അവരൊക്കെ വായിക്കുമ്പോ
എൻ്റെ അച്ഛൻ്റെ 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 കഥയൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി റിലേഷൻസ് എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദിസ് സെഷൻ. എന്തെങ്കിലും ചോദ്യം പറയാൻ ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം സ്മിതയിലേക്ക് കിടക്കാം. സ്മിത വേറൊരു ചെറുകഥയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള എംടിയുടെ ചെറുകഥയെ കുറിച്ച്. നിന്റെ ഓർമ്മയ്ക്കെന്നുള്ള എന്റെ ഓർമ്മ അന്ന് എഴുത്തിനെ നമുക്ക് യാതൊരു വിധത്തില്ല, ഒരു പഠന എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടത്. പക്ഷെ അതെന്നെ ഒത്തിരി അങ്ങനെ ഹോണ്ട് ചെയ്യാന്ന് പറയുന്ന പോലെ ആ ഒരു കുട്ടിയായിരുന്ന സമയത്ത് എഴുത്ത് എന്താണെന്നും അത് വേറൊരാളുടെ പെർസെപ്ഷനിൽ നമുക്ക് എങ്ങനെ അത് കാണാം, വേറെ ആളുടെ കാഴ്ചപ്പാട് എന്താണെന്നും നമ്മൾ അനുഭവിക്കാത്ത ചില വേദനയെ കൂടെ വേറൊരാൾ കടന്നു പോകുന്നത് അത് വരച്ചു കാണിക്കുന്ന രീതിയും അങ്ങനെ വർഷങ്ങളോളം ഇപ്പോഴും അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നൊമ്പരം, ഒപ്പം തന്നെ ഒരു ആകാംക്ഷ. ഈ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അന്ന് എഴുതിയത് ആരാണെന്നോ അല്ലെങ്കിൽ ഇത് എംടിയുടെ കഥയാണ്, പിന്നീടാണ് അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹമാണ് ഇത്രയും മനോഹരമായിട്ട് എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ആ കഥയുടെ ആഖ്യാനം അത് നമ്മളിലേക്ക് ഉള്ളിലേക്ക് നമ്മളെ ഇങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ എഴുത്തും ആ ശേഷിയാണ് ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിന്റെ ഓർമ്മയ്ക്കെന്നുള്ള കഥയില് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒഴിവുകാലത്ത് വരുമ്പോ അച്ഛനെ കാത്തിരിക്കുന്ന മക്കൾ ഒഴിവുകാലത്ത് വരുമ്പോ ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. കുറച്ചു ദിവസം ആ കുട്ടി ഇവരുടെ കൂടെ ഉണ്ടായുള്ളെങ്കിലും ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയിട്ടാണ് ആ കുട്ടി അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് തിരിച്ചു പോകുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് ഒരു അനിയത്തി ഉണ്ടായിരുന്നില്ല, അനിയത്തിയായിട്ട് വേണമെങ്കിൽ കൂടെ ചേർക്കായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പൊ പോലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ആ ഒരു കാലഘട്ടത്തില് പിന്നെ ഒരു അന്യ എന്താ പറയാ നമ്മുടെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അന്നത്തെ ഒരു കാലത്ത്. അപ്പൊ അതും കൂടി ആയിരിക്കാം. പക്ഷെ ഇന്നും അതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു കോളിളക്കം വീടുകളിലും ഉണ്ടാകും. പിന്നെ ഇപ്പോ അമേരിക്കൻ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് കുറച്ചും കൂടി ആക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പോ ഒരു കുട്ടിയെ അഡാപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സ്കൂളിങ്ങിന്റെ ഒരു ഗുണമാണ്, അല്ലാതെ നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഗുണമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടത്തില് അത് എന്നെ ഒത്തിരി പിടിച്ചു കുലുക്കി. എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ പ്രവാസിയാണ്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ആയിരുന്നു, ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് അച്ഛൻ വർഷത്തിലൊരിക്കലും വരുമ്പോൾ. അപ്പോ എനിക്ക് പറഞ്ഞ പോലെ വായനയ്ക്കായിട്ട് ഒരു മുറിയുണ്ട്. അതിന്റെ ഒരു കോർണറിൽ എന്റെ അമ്മ അവരുടെ അമ്മൂമ്മയുടെ ഒരു മരപ്പെട്ടി അവര് പണ്ട് വസ്ത്രങ്ങളൊക്കെ വെച്ചിരുന്നാണ്. അത് അമ്മയ്ക്ക് സമ്മാനിച്ചതാണെന്ന് പറഞ്ഞിട്ട് അമ്മ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരപ്പെട്ടിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കഥ വായിച്ചതിന് ശേഷം ഞാൻ ഈ മരപ്പെട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ആന്തൽ. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അച്ഛന് അടുത്ത ഒഴിവുകാലത്ത് വരുമ്പോ ഇതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ, ഞാൻ എങ്ങനെ അത് പ്രതികരിക്കും, എനിക്ക് ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, ഈ കോർണറിൽ ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഈ മൂങ്ങ കയ്യിൽ വെച്ചിട്ടുള്ള ഇതുപോലെ അങ്ങനെ തോന്നും. അതുപോലെ തന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഈ അന്നത്തെ കാലത്തൊക്കെ ഒരു പ്ലാസ്റ്റിക്കും റബ്ബർ കൈൻഡ് ഓഫ് ഒരു പൂച്ചയും ഇതെല്ലാം കിട്ടും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഡിയറസ്റ്റ് ആയിരുന്നു. എനിക്ക് ബോംബെയിൽ വെച്ചിട്ട്, ഞാൻ കുട്ടിക്കാലത്ത് ബോംബെയിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ആന്റി തന്നതാ. അപ്പൊ ഞാനാണ് ആ പേരക്കുട്ടികളിൽ മൂത്ത ആള്. അപ്പൊ അതിങ്ങനെ കൈമാറി അടുത്ത ജനറേഷൻ പോലും അത് വെച്ച് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരി എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു. അപ്പൊ ഇതിന്റെ പല പല തലങ്ങള് നമുക്ക് അനുഭവിച്ചറിയാനും അതൊരു നോവ് പോലെ. പിന്നെ ഇനി അഥവാ അച്ഛൻ ആ കുട്ടിയെ ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവന്നാല് ഞാൻ എങ്ങനെയായിരിക്കും, ആ കുട്ടിയായിട്ട് കളിക്കോ, ആ കുട്ടിയായിട്ട് പിണങ്ങോ? അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയി. പക്ഷെ ഞാൻ പിന്നീടും ഈ കുട്ടി, കാരണം ആത്മകഥാംശമുള്ള സ്റ്റോറിയാണല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി എവിടെ ശ്രീലങ്കയിൽ ഉണ്ടായിരിക്കാം, ആ കുട്ടി എന്തായിരിക്കും എടുക്കുക? ഈവൻ ആഫ്റ്റർ 20 years ഞാൻ ആരെ കുറിച്ച് ഓർത്തിട്ടുണ്ട്. അപ്പൊ എംടിയുടെ ആഖ്യാന ശൈലിയും അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് അതിൽ കൂടെ കാണുന്നത്. ഇനിയും ജനറേഷൻസ് ഇത് വായിക്കും എന്നുള്ളത് തന്നെയാണ്
എനിക്കിവിടെ പറയാനുള്ളത്. എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.